സ്നേഹധനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷനാണ് കർത്താവ് ഇന്ന് നമുക്ക് നൽകിയിട്ടുള്ളത്. വളരെയധികം മിഷണറി എക്സ്പീരിയൻസുകളൊക്കെയുള്ള ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമുക്കറിയാം, വിറ്റ്നസ് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലൊക്കെ മിഷൻ ഫീൽഡിൽ നിൽക്കുന്ന അനുഗ്രഹീതരാകുന്ന ദൈവദാസന്മാരുടെ ജീവിതാനുഭവങ്ങളാണ് എപ്പോഴും കൊണ്ടുവരാറുള്ളത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ഒരു നല്ല അനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമഹത്വം നമ്മുടെ എല്ലാ ജീവിതങ്ങളിലും വെളിപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പിന്നെയും വിറ്റ്നസിൻ്റെ ഒരു പുതിയ ജീവിതാനുഭവം കേൾക്കുവാൻ ഞങ്ങൾക്ക് കർത്താവെ അവിടെ നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെ നീ അനുഗ്രഹിക്കണം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് അവർ ഈ വീഡിയോ കാണുമ്പോൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സ്പർശനം അനുഭവിക്കണം. സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെൻഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക സാന്നിധ്യമുണ്ടാകണം, അനുഗ്രഹമുണ്ടാകണം. അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാന മുഖത്തോടത്തേക്ക് തരുന്ന യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒത്തിരി സന്തോഷമുണ്ടെന്ന് നമുക്ക് നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ബീഹാറിൽ നിന്ന് പ്രിയ എബിസാറാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. എബിസാറിനെ മലയാള ക്രൈസ്തവർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വർഷങ്ങളായിട്ട് ബീഹാറിലെ പേര്, ബീഹാറിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ എബിസാറിൻ്റെ പേര് ഓർമ്മ വരും. അങ്ങനെ മിഷൻ ഫീൽഡിൽ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന പ്രിയ എബിസാർ ഡോക്ടർ ABP മാത്യു വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ് സാറേ. ഒത്തിരി സന്തോഷമുണ്ട്. സാറ് വളരെ തിരക്കാണെന്ന് എനിക്കറിയാം. എന്നാലും അതിൻ്റെ ഇടയിൽ ആസാദിക്ക് വേണ്ടി അല്പസമയങ്ങൾ അനുവദിച്ച് നൽകിയതിൽ ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് മറ്റൊരു സന്തോഷമുള്ളത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റ് ഷാരോൻ്റെ പത്രികാ സംഘടനയിൽ നമുക്കൊക്കെ ഒന്നിച്ച് കുറച്ച് നാൾ വർക്ക് ചെയ്യാനൊക്കെ ദൈവം സാവകാശം തന്നിട്ടുണ്ട്. ജനറൽ കമ്മിറ്റിയിലൊക്കെ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ നാളുകളൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മല്ലപ്പള്ളി ക്യാമ്പൊക്കെ ഓർമ്മയുണ്ടോ സാറേ? മല്ലപ്പള്ളി CMS സ്കൂളിലെ ക്യാമ്പ് നമ്മള് അതെ, ഞങ്ങളെപ്പോഴും, ഞാനും BGP ഷാമുവേലും, അദ്ദേഹം ഇന്ന് ബംഗാളിൽ മിഷണറിയാണ്, ഞങ്ങളൊക്കെ ഇടയ്ക്ക് ആ ക്യാമ്പൊക്കെ ഓർത്ത് പറയാറുണ്ട്. എബിസാറ് PhD ഒക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററിൽ അന്ന് അല്ലേ എൻവയറൺമെൻറ്റൽ സയൻസ് സെൻറ്ററിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതൊക്കെ നല്ല ഓർമ്മ, എനിക്ക് നല്ല നമ്മുടെ ഈ നോസ്റ്റാൾജിയുള്ള ഗ്രഹാതുരത്വമുള്ള ഓർമ്മകളാണ് നമ്മുടെ ആ നാട്ടിലെ കാലഘട്ടമൊക്കെ. ആ ക്യാമ്പിനൊക്കെ നമ്മുടെ മെയിൻ റോളെന്ന് പറഞ്ഞാൽ, നമ്മൾ സാറൊക്കെ അന്ന് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നെങ്കിലും പാത്രം കഴുകുന്ന കാര്യം മുതൽ ഇങ്ങോട്ടല്ലയോ. അയ്യോ, ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. അന്നേ ഒരു മിഷണറി മനസ്സുണ്ടായിരുന്നു. ഞങ്ങൾ പറയുമായിരുന്നു, എബി സാറിന് ഈ പാത്രമൊക്കെ കഴുകേണ്ട ആവശ്യം എന്താണെന്ന് ഞങ്ങൾ മനസ്സിൽ പറയുമായിരുന്നു. അന്നേ ഒരു മിഷണറി മനസ്സുണ്ടായിരുന്നു അല്ലേ? അതെ അതെ അതെ. ഒരു 12ാമത്തെ വയസ്സിലൊക്കെയാ നമ്മുടെ ജോണിക്കുട്ടി പാസ്റ്ററും ജോയമ്മാമ്മയും പിന്നെ ജോൺസൺ പാസ്റ്റർ, സണ്ണി പാസ്റ്റർ, അവരുടെയൊക്കെ സമയത്ത് കർത്താവിനോടുള്ള ഒരു സ്നേഹം മനസ്സിലേക്ക് വരാൻ കർത്താവ് സഹായിച്ചു. ആ സമയത്താണ് ജ്ഞാനപ്പെടുന്നത്. 12 വയസ്സോളം. ജോണിക്കുട്ടി പാസ്റ്റർ മല്ലപ്പള്ളി അവിടെ മൂശാരിക്കവല ചർച്ചിൽ ഇരുന്നതാണോ? അതെ അതെ, അതൊരു സുവർണ കാലഘട്ടമായിരുന്നു അവിടുത്തെ. ശരി, ഓക്കെ. സണ്ണി സാറ്, സണ്ണി മാത്യു സാറും അല്ലേ കോട്ടയം ഉണ്ടായിരുന്ന? അതെ അതെ. സാറൊക്കെ ശരിക്കും നിങ്ങൾക്കൊരു ഒരു മെന്ററുടെ റോളിൽ അവിടെ അന്ന് അല്ലേ പ്രവർത്തിച്ച ഒരാളാണ്. അതെ അതെ. അന്ന് കുറെ ചെറുപ്പക്കാർ മല്ലപ്പള്ളി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് തോന്നുന്നു സാറിനെ ആ പഴയ ഓർമ്മകളിലേക്ക് അങ്ങ് കൊണ്ടുപോകാൻ തോന്നുന്നു. ജനിച്ചു വളർന്നൊക്കെ മല്ലപ്പള്ളിയിലാണോ? മല്ലപ്പള്ളിയിൽ, അതെ. തെള്ളിയൂര് പപ്പായുടെ വീട്. അപ്പൊ അവിടേക്ക് കുഞ്ഞാപ്പിച്ചായ TM ചെറിയ പാസ്റ്റർ നടന്ന് മല്ലപ്പള്ളിയിൽ നിന്ന് സുവിശേഷമായിട്ട് വരുമായിരുന്നു.
അപ്പോൾ എൻ്റെ അപ്പച്ചന്റെ അനിയൻ, അദ്ദേഹം കർത്താവിനെ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബം കൊച്ചുമകൻ ജേക്കബ് പാസ്റ്റർ മോനച്ചാൻ എന്ന് വിളിക്കും. അദ്ദേഹം BSc ഒക്കെ കഴിഞ്ഞ് ഉള്ള സമയത്ത് കർത്താവിനെ സ്വീകരിച്ച് അങ്ങനെ അവിടെ നമ്മുടെ വീട്ടില്, അതായത് അപ്പച്ചന്റെ അനിയന്റെ വീട്ടില് ഒരു കൂട്ടായ്മ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് പിന്നെ മമ്മി മല്ലപ്പള്ളിയിലെ സ്കൂളിലായിരുന്നു ടീച്ചർ. അപ്പൊ പിന്നെ മല്ലപ്പള്ളിയില് ആയിരുന്നു ഞങ്ങളെ താമസം. അതെ, തെള്ളിയൂരെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എനിക്കൊന്ന് തടിയൂർ ഭാഗത്തോട് അടുത്താന്ന് തോന്നുന്നു അല്ലേ? അത് തന്നെ, തടിയൂർ ഭാഗത്തോട് അടുത്ത. ശരി. അപ്പോൾ ഒരു പെന്റിക്കോസ്റ്റൽ കുടുംബത്തിലാണോ ജനിച്ചത് തന്നെ? ഒരു 5 വയസ്സുള്ളപ്പോൾ, എനിക്കൊരു 5 വയസ്സുള്ളപ്പോഴാണ് പപ്പായും മമ്മിയും സ്നാനപ്പെടുന്നത്. ഓക്കെ. സാറിൻ്റെ സഹോദരങ്ങളൊക്കെ അങ്ങനെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, മാതാപിതാക്കൾ, മമ്മി ടീച്ചറായിരുന്നെന്ന് പറഞ്ഞു, അതുപോലെ കുടുംബത്തെക്കുറിച്ച്, സാറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്കൊന്ന് അറിയാവുന്നവർ ഒത്തിരി പേര് കാണും, എന്നാലും ഈ ഒന്ന് പരിചയപ്പെടുവാൻ ഇതൊരു. TV മാത്യു പിതാവ്, അദ്ദേഹം കുറച്ചു നാള് കർത്താവിന്റെ വേലയിലായിരുന്നു. അതിനുശേഷം ദുബൈയിലേക്ക് പോയി. മാതാവ് ടീച്ചറായിരുന്നു. മാതാവിന്റെ പ്രാർത്ഥനയാണ് സത്യത്തിൽ എന്നെ ഒരു സുവിശേഷനാക്കിയത്. എന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഇന്നും ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായിരുന്നു. ഇന്നും രാവിലെ എഴുന്നേറ്റ് ഒരു 6 പാട്ട്, ഒരു 9 പാട്ട് പാടും. 95 വയസ്സുണ്ട്. ആ പ്രാർത്ഥനയാണ് സത്യത്തിൽ. ഞാനിന്ന് ഓർത്തു, എൻ്റെ അമ്മ അന്യഭാഷ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെങ്കിൽ എൻ്റെ അമ്മ ഒരു പ്രാർത്ഥന വീര. അതുപോലെ ചർച്ചിന്റെ എല്ലാ കാര്യങ്ങളിലും അതീവ ഉത്സാഹം. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ തവണ പോയപ്പം ലേഡീസ് മീറ്റിങ്ങിന് പോയി പുള്ളിക്കാരി, യൂത്ത് മീറ്റിങ്ങിന് പോയി, ചിൽഡ്രൻ ക്യാമ്പിന് പോയി. 95 വയസ്സാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു താല്പര്യം കർത്താവിന്റെ വേലയിൽ, ആ പ്രാർത്ഥനയാണ് എന്നെ കർത്താവിന്റെ വേലയിലേക്ക് നയിച്ചത്. എൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹം ദുബായിലാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് അവിടെ ആണ് താമസവും, അവിടെ ഒരു ബിസിനസ്സും ഒക്കെ ആയിട്ട് അവിടെയാണ്. സാറ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിലെ അധ്യാപകനായിരുന്നു. അതെ, എൻവയോൺമെന്റൽ സയൻസിലാണ് PhD ചെയ്തത്. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ എൻവയോൺമെന്റൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി. അപ്പോൾ നമ്മുടെ സണ്ണിച്ചായന്റെ സുഹൃത്തായിരുന്നു ജോയി സാർ, അദ്ദേഹമായിരുന്നു അതിന്റെ ഡയറക്ടർ. ഇന്റർവ്യൂ കൊടുത്തു, അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യൂത്ത് ക്യാമ്പുകളിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി. ഈ പറയുന്ന CMS സ്കൂളിലെ ക്യാമ്പ്, അതുപോലെ പുന്നവയിലെ ക്യാമ്പ്, അങ്ങനെ പലയിടത്തും ക്യാമ്പുകൾക്ക് പോകാനും ആ സമയത്ത് ഇതിന്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ആക്കി ഇവരൊക്കെ കൂടെ. അപ്പോൾ ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയി, പിന്നെ ജനറൽ കമ്മിറ്റിയിലേക്ക് വന്നു. അതെ, ജനറൽ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയി. ജനറൽ കമ്മിറ്റിയിലും സെക്രട്ടറി ആയി. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ് കിട്ടിയത്, ഇതിന്റെ ഒരു ഭ്രാന്ത്, കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പോൾ ഒരു യൂത്ത് മിനിസ്ട്രി എന്നുള്ള ഒരു ആഗ്രഹം ഹൃദയത്തിൽ വരികയും ഈ സയൻസ് പഠിപ്പിക്കാനുള്ള ആഗ്രഹം കുറയുകയും കർത്താവിന്റെ വേല ചെയ്യാനുള്ള ആഗ്രഹം കൂടുകയും ചെയ്തു. അങ്ങനെയാണ് കർത്താവിന്റെ വേലയിലേക്ക് വരാനുള്ള ഒരു കാരണം സത്യത്തിൽ ആ യൂത്ത് മിനിസ്ട്രി ആയിരുന്നു, അതിലെ ഒരു പങ്കാളിത്തമായിരുന്നു. ശരി. അതിനുശേഷം സാർ ഗൾഫിലൊക്കെ കുറെ നാള് പഠിപ്പിക്കുകയൊക്കെ ചെയ്തല്ലേ? അതെ. അതിനുശേഷം ആക്ച്വലി ഞാൻ അവിടെ നിന്നൊരു ബ്രേക്ക് വേണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ ഈ എങ്ങനെയാണ്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എനിക്കൊരു ആഴ്ചയിൽ 3 ഇന്റർവ്യൂ. ഒന്ന് IIT ഖരഗ്പൂരിൽ പോസ്റ്റ് ഡോക്ടർ, അടുത്തത് ചൈനയിൽ പോസ്റ്റ് ഡോക്ടറൽ, IIT ഖരഗ്പൂർ റിസർച്ച് ഫെലോ, മൂന്നാമത് സൗദി അറേബ്യ. പക്ഷെ ആ സമയത്തേക്കും ഞാൻ ഈ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ളത് ഈ യൂത്ത് മീറ്റിങ്ങുകളിലൂടെയാണ് ആ ആഗ്രഹം വന്നത്. അപ്പോൾ എനിക്ക് തിരിച്ചു വരണം. എന്റെ മനസ്സിൽ ചിന്ത വന്നു, IIT-യിൽ പോയാൽ, ചൈനയിൽ പോയാൽ ഞാൻ എവിടെയെങ്കിലും പാശ്ചാത്യ രാജ്യത്ത് സെറ്റിലാണ്. അത് പാടില്ല. കർത്താവിന്റെ വേല എനിക്ക് ഇന്ത്യയിൽ ചെയ്യണം. അങ്ങനെ ഞാൻ സൗദിയിലേക്ക് ഒരു പ്രിപ്പറേഷന് വേണ്ടി പോയത്. അവിടെ പോയി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ മുരളീധരൻ എഴുതി, സാറേ ഞാൻ
ജോലി സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരണം എന്ന് ആഗ്രഹിക്കുന്നു. ആ സമയത്ത് എന്റെ ശമ്പളത്തിൽ നിന്ന് മിനിസ്ട്രിയെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം സഹായിച്ചു. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തിരിച്ച് കത്തെഴുതി, ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവാത്മാവ് എന്നോട് പറയുന്നു ദൈവം നിന്നെ കുടുംബമായിട്ട് ഒരു സ്ഥലത്തേക്ക് അയക്കും. ആ സമയത്ത് എന്റെ വിവാഹം നടന്നിട്ടില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അമേരിക്കയിൽ നിന്നൊരു വിവാഹാലോചന വന്നു. അപ്പോൾ ഇതെന്റെ മനസ്സിൽ വന്നു. ഞാൻ ഒരു 1.5 മാസം ആഴ്ചയോളം മറ്റോ ആ ഫോട്ടോ ഒന്നും നോക്കാതെ പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവാത്മാവ് വീണ്ടും എനിക്ക് നടത്തിപ്പ് വന്നു, നോ എന്ന് പറയാം. വീണ്ടും ദൈവസമയത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ സൗദി അറേബ്യയിലെ ഒരു നല്ല ടെസ്റ്റ്, നല്ലൊരു ട്രെയിനിങ് അവിടെ വെച്ച് എനിക്കൊരു അപ്പൊ ഞാൻ ഒരു സാക്ഷ്യം പോലും പറഞ്ഞിട്ടില്ല. യൂത്ത് ക്യാമ്പിന് പ്രസംഗിക്കുമെന്നല്ലാതെ ഒരു ചർച്ചിന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഒരിക്കലും എടുത്തിട്ടില്ല, എടുക്കാൻ ആഗ്രഹമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വെച്ചൊരു ചെറിയ കൂട്ടായ്മ, ഒരു 5-6 പേരോ മറ്റോ വരുന്ന കൂട്ടായ്മ, അവിടെ അത് നടത്തുമ്പോൾ എനിക്കൊരു കത്ത് കിട്ടി. നിങ്ങളുടെ എല്ലാ മൂവ്മെന്റും ഞങ്ങൾക്ക് മനസ്സിലായി, ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് അറിയാമല്ലോ എന്നൊക്കെ. അപ്പൊ എന്നോട് ദൈവാത്മ പറഞ്ഞ കത്ത കൂടി കീറാൻ പറഞ്ഞു. ഞാൻ ആ കടലാസ് എനിക്ക് ചെയ്തു. അങ്ങനത്തെ ധൈര്യം എനിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ധൈര്യം എന്ന് പറഞ്ഞാല് എന്റെ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ അല്പം കുസൃതികളൊക്കെ കൂടുതലുള്ളയാളാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കലും പോലീസ് ജീപ്പ് മുമ്പോട്ട് പോയപ്പം പുറകിൽ നിന്ന് കൈയടിക്കുക ചെയ്യും. അപ്പൊ കുറെ പേര് ഞങ്ങൾ കൂടി നിൽക്കുക. പോലീസ് ജീപ്പ് പുറകോട്ട് വന്നു, കുറെ ദൂരം പോയിട്ടത് പുറകോട്ട് വന്നു. എല്ലാവരും ഓടി. എന്റെ ധൈര്യത്തിന് കൂടുതൽ കാരണം ഞാൻ നിന്നിടത്ത് മരവിച്ച് നിന്നത്. അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങിയതും ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു അതെന്റെ ചേട്ടനാന്ന് പറഞ്ഞു. എന്റെ ധൈര്യം. പക്ഷെ സൗദി അറേബ്യയിൽ പിടിച്ച് ജയിലിലാവുന്ന സ്ഥലത്ത് എന്നോട് ദൈവാത്മ പറഞ്ഞു നീ ആ കത്ത കൊണ്ട് കീറാൻ പറഞ്ഞു. ഞാനത് കീറി ആ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം റാന്നിയിലെ അച്ചായൻ പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. എന്നെ ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞു അച്ചായ എനിക്കൊരു സാക്ഷ്യം പറയാൻ അറിയത്തില്ല, ഇതെന്താ? ദൈവാത്മാവ് യെരമ്യാ പ്രവാചകത്തിലെ പുസ്തകത്തിലൂടെ അദ്ദേഹത്തിലൂടെ സംസാരിച്ച 1-ാമത്തെ അധ്യായത്തിലുള്ള വാക്യം, ഈ ബാലനാണെന്ന് പറയരുത്, ഈ ദൈവം തന്നെ. അപ്പോൾ മഴ നിന്നു. പ്രാർത്ഥിച്ച് അങ്ങോട്ട് എത്താൻ നേരം മഴ നിന്നതും പിന്നെ എനിക്ക് കത്ത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പല വഴികളിലൂടെ അവിടെ എത്തുന്നതും പിന്നെ ഒരിക്കൽ ഞാൻ രാജകൊട്ടാരത്തിലാണ് എൻ്റെ ഓഫീസ്. അപ്പൊ അവിടേക്ക് പോകുമ്പോ എനിക്ക് ബൈബിള് ഒന്നും പ്രസംഗിക്കാൻ പഠിക്കണമല്ലോ. രാജകൊട്ടാരത്തിലോട്ട് ഞാൻ ബൈബിളുമായിട്ട് പോകും, അല്ലെ ബൈബിൾ സംബന്ധിച്ച ബുക്കുമായിട്ട് പോകും. സൗദി അറേബ്യയിൽ ബൈബിളുമായിട്ട് പോയപ്പോൾ ഇദ്ദേഹം എന്നെ പിടിച്ചതാണ്. ആ സ്ഥിതിയിൽ ഞാൻ രാജകൊട്ടാരത്തിലോട്ട് ബൈബിളുമായിട്ട് പോകുക. പക്ഷേ ഞാനങ്ങ് മറക്കും എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്. ഈ സെക്യൂരിറ്റി ഓഫീസേഴ്സും ചെക്ക് ചെയ്തിട്ടില്ല. അവിടെ ഇരുന്ന് ബൈബിൾ പഠിച്ചു. പക്ഷെ ഒരു ദിവസം ഞാൻ ഈ ബൈബിളുമായിട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് സംസാരിച്ചു, ഡോണ്ട് ടേക്ക് ദിസ്, ഈ പുസ്തകം കൊണ്ടുപോകുന്നത്. ഞാൻ വിചാരിച്ചു അതെന്താ അങ്ങനെ, ഇന്നുവരെ അങ്ങനെ ഒരു കാര്യമില്ല, ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ഞാനതോടെ വെച്ചിട്ട് എൻ്റെ സയൻസിന്റെ ഒരു പുസ്തകമായിട്ട് പോയി. അന്ന് സെക്യൂരിറ്റി ഓഫീസർ എൻ്റെ ആ പുസ്തകം വാങ്ങി ഓരോ പേജും തിരിച്ചു നോക്കും, മറിച്ചു നോക്കും. അത് ബൈബിൾ ആയിരുന്നെങ്കിൽ ആ പാലസിലെ ജയിലിലേക്ക് എന്നെ കൊണ്ടുപോയത്. അങ്ങനെ ഇപ്പൊ സൗദി അറേബ്യയിൽ ഒരു നല്ല ട്രെയിനിങ് കിട്ടിയത് ഞാൻ നന്ദിയോടെ. അത് പിൽക്കാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ഡെവലപ്പ് ചെയ്ത ഒരു അനുഭവമാണത്. അതെ, തീർച്ചയായിട്ടും. അത് വലിയൊരു ബിഹാറിലെ വേലയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ആയിരുന്നു അവിടെ കിട്ടിയതെന്ന് എനിക്ക് പിന്നീട്. സാറേ, ഞാൻ ഇടയ്ക്ക് കുറച്ചുകൂടി സാറിനെ എനിക്ക് പുറമോട്ട് കൊണ്ടുപോകണം. ബാല്യകാല അനുഭവങ്ങളിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ, അതുപോലെ സ്പിരിച്വൽ എൻകൗണ്ടേഴ്സ്. സ്വാഭാവികമായിട്ടും ചെറിയ പ്രായത്തിലെ ഒരു പെന്തക്കോസ്റ്റൽ അനുഭവത്തിൽ വളരുന്നവരൊക്കെ കർത്താവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു എൻകൗണ്ടറൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാകാമല്ലോ. അങ്ങനെ സാറിന് റിമാർക്കബിളായിട്ട് ഈ പറഞ്ഞ നമ്മുടെയൊക്കെ ആ ക്യാമ്പ് കാലഘട്ടത്തിന് മുമ്പുള്ള അനുഭവങ്ങൾ, മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ടോ? അതുപോലെ പഠിക്കാൻ വന്നതും മഹാരാഷ്ട്രയിലായിരുന്നു അല്ലേ? മധ്യപ്രദേശിലായിരുന്നു. PhD MSc PhD ചെയ്തു. അച്ഛാ, MSc PhD മധ്യപ്രദേശിലായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയാലോ? ആ കോളേജ് കാലഘട്ടവും അതുപോലെ തന്നെ ചെറിയ പ്രായ അനുഭവങ്ങളും ഒക്കെ ഒന്ന് മറക്കാനാവാത്ത അനുഭവങ്ങൾ, റിമാർക്കബിൾ ആയിട്ടുള്ളത്. എന്റെ ഏറ്റവും ചെറുപ്പകാലത്ത് ഞാൻ ആ ചെറുപ്പ സമയത്ത് ഈ പറഞ്ഞ റാന്നിയിലെ നമ്മുടെ ജോണിക്കുട്ടി പാസ്റ്ററും ജോയം മാമി
അവരൊക്കെ ഞങ്ങളെ നന്നായിട്ട് ട്രെയിൻ ചെയ്തു. ഒരു ക്യാമ്പ്, ഒരു ചിൽഡ്രൻ പ്രോഗ്രാം വരുമ്പോഴേക്ക് ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാൻ ഇസഹാക്ക്, എൻ്റെ ബ്രദർ അബ്രഹാം, ആ, പിന്നെ ലൈക്ക് അതങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് കർത്താവിന് വേണ്ടിയുള്ള ഒരു പാഷൻ ഉള്ളിലുണ്ട്. ഞാനിപ്പോ ഓർക്കുകയാണ്, ഈ യങ്സ്റ്റേഴ്സിനെ, പ്രായമുള്ളവര് അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഓരോ കാര്യങ്ങൾ അത് എത്രമാത്രം പ്രയോജനമുള്ളതാണ്. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രസംഗിക്കണം എന്നൊരു പാഷൻ എൻ്റെ അകത്ത് വന്നു. പ്രസംഗിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്, പക്ഷെ ഈ ഒരു പാഷൻ ഉള്ളിൽ വന്നു. ഞാനിപ്പോ ഞാന് കട്ടിലേക്ക് കയറുന്ന പ്രസംഗിക്കും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന് അഹങ്കാരികളൊക്കെയും തളടിയാകും. അവര് ചേട്ടനത് കേൾക്കുമ്പോൾ, ഞങ്ങളുടെ വീട് റോഡ് സൈഡില്ല, കട്ടിലേക്ക് കയറുന്ന ഞാൻ ഈ പ്രസംഗിക്കുന്നത്. അവർ റോഡിൽ പോകുന്നവര് കേൾക്കുക, നാണക്കേട്. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പരസ്യവും മോഡലിന് പേര് കൊടുക്കും, എല്ലാത്തിനും പേര് കൊടുക്കും, പക്ഷെ സമയമാകുമ്പോൾ ഭയങ്കര ടെൻഷൻ. എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള ഒരു താല്പര്യം. പിന്നെ എഴുത്തും കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാത്ത ദൈവദാസന്മാർ വന്ന് കാത്തിരിപ്പ് യോഗം. ആ കാത്തിരിപ്പ് യോഗത്തിൽ ആത്മാവിൽ നിറഞ്ഞതും ഇനി തുടർന്ന് പഠിക്കുന്നതിനെക്കാട്ടിൽ സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് എൻ്റെ ആ PSC ഒക്കെ ആ സമയത്ത് ഉണ്ടായ ആഗ്രഹവും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ എന്നാൽ എൻ്റെ ആക്ച്വലി ഒരു BSc ഒക്കെ വന്നപ്പോൾ, ഒരു 12th ഒക്കെ വന്നപ്പോൾ ഒരു ബാക്ക് സ്ലൈഡിങ് ഉണ്ടായി. ഇന്ന് ഞാൻ വായിച്ചൊരു വാക്യം, ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഇന്ന് രമ്യ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 6th chapter 28 verse, "Do not fear, O Jacob my servant, says the Lord." നീ ഭയപ്പെടണ്ട യാക്കോബേ, for I am with you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ വാക്യത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, I will rightly correct you, for I will not leave you fully holy unpunished. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ വഴി നടത്തും, നീ ഭയപ്പെടണ്ട, പക്ഷേ ഞാൻ നിന്നെ കറക്റ്റ് ചെയ്യും. I will not leave you wholly unpunished. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവം കൂടെ. ആ ഒരു സമയത്ത് കർത്താവിൽ നിന്ന് ഒരു ഒരു രഹസ്യമായിട്ട് പുറകോട്ട് പോയതും അതിന്റെ ഒരു അനന്തര ഫലം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഡിപ്രഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂത്ത് ക്യാമ്പിന് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഡോണ്ട് പ്ലേ വിത്ത് ഗോഡ്. നമ്മള് ദൈവം തരുന്ന അവസരങ്ങളെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്, നമ്മൾ വില കൊടുക്കുന്നില്ല. അപ്പൊ ഞാനൊരു ഡീപ്പ് ഡിപ്രഷനിലോട്ട് പോകും. ഞാൻ ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളുള്ള ഒരാളായിരുന്നു, സ്കൂളിന്റെ ചെയർമാൻ ആയിരുന്നു. പക്ഷെങ്കിൽ SB കോളേജിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഡിപ്രഷൻ തുടങ്ങി. ഡിപ്രഷൻ എന്താ? ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും എന്നെ നോക്കി ചിരിക്കുക. പഠിത്തമെല്ലാം അങ്ങ് നിർത്തി, കോളേജിൽ പോകുന്നത് നിർത്തി. കാരണം ഒരാളെ പോലും മുഖം കാണിക്കാൻ പറ്റത്തില്ല. ചർച്ചിൽ പോയാലും ഇങ്ങനെ ഇരിക്കും, ആരും കാണാതിരിക്കും. എനിക്കൊരു തോന്നൽ, എൻ്റെ മുഖം വളരെ മോശമാണ്, എന്തോ സംതിങ് അഗ്ലി. പക്ഷെങ്കില് അതൊരു 4 വർഷം ഒറ്റ ആഗ്രഹമേ ഉള്ള അവസാനമായപ്പോ മരിക്കും. അതൊരു സൈറ്റാനിക് അറ്റാക്ക് ആയിരുന്നു. ഞാൻ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത, പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വരിക. ഞാൻ ഞങ്ങളുടെ വീടിന്റെ സിറ്റൗട്ടിൽ ഇരിക്കുക. അദ്ദേഹം നേരെ ഒരു ചോദ്യം ചോദിക്കുക, ഈ വീട്ടിൽ എപ്പോഴും തലവേദനയുള്ള ഒരാളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് തലവേദനയുണ്ട്. അദ്ദേഹം എന്നോട് നേരിട്ട് പറയാ, സാത്താൻ നിന്നെ ഒരു ഭ്രാന്തനാക്കാൻ നോക്കുക, നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവ് നിന്നെ സൗഖ്യമാക്കും. അത്രയും കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഇത് പറഞ്ഞ് കാണണം, കർത്താവ് നിന്നെ ഉപയോഗിക്കും. അതൊരു ശനിയാഴ്ചയാണ്. എന്റെ പ്രശ്നം എന്താ? എല്ലാവരും എന്നെ നോക്കി ചിരിക്കുക, എന്റെ മുഖത്ത് എന്തോ പ്രശ്നമുണ്ടെന്നൊരു ചിന്ത. അത് ചിന്തയെന്ന് പറഞ്ഞാൽ റിയലി അങ്ങ് ചിന്തിക്കുക. 4 വർഷം. അടുത്ത ദിവസം സൺഡേ സപ്ലിമെന്റിൽ ഒരു സ്പെഷ്യൽ ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിൾ എഴുതിയിരിക്കുക, പ്രാന്തിന്റെ ഒന്നാമത്തെ ഒരു ലക്ഷണം ആ വ്യക്തിക്ക് തോന്നും എല്ലാവരും തന്നെ നോക്കി ചിരിക്കുകയാണ്.
ദേവദാസൻ പറഞ്ഞത് ആ പേപ്പറിൽ അച്ചടിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ സാത്താന്റെ പദ്ധതി നടക്കത്തില്ല, ദൈവത്തിന്റെ പദ്ധതി നടക്കും. ഞാന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ടെക്നിക്കലി എത്രമാത്രം വിശ്വാസത്തോടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ആത്മഹത്യ ചെയ്യാനിരുന്ന എന്നെ കർത്താവ് ഘട്ടം ഘട്ടമായി സൗഖ്യം. കോളേജിൽ പഠിത്തം നിർത്തിയ എനിക്ക്, ഡിപ്രഷനിലൂടെ BSc തോൽക്കാൻ തുടങ്ങിയ എനിക്ക് MScക്ക് 1ാം റാങ്ക് കിട്ടാൻ, യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് കിട്ടാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിത്തം നിർത്താൻ ചിന്തിച്ചോ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ 26ാമത്തെ വയസ്സിൽ ഒരു അധ്യാപകനാകാൻ കർത്താവ് സഹായിച്ചു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോ എന്നോട് ചിലരൊക്കെ പറയും, ബ്രദറെ നിങ്ങളുടെ കർത്താവിന്റെ വേലയിൽ നിങ്ങളുടെ സമർപ്പണം എന്നൊക്കെ. പക്ഷേ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത് ഓർക്കുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്ന, കർത്താവെ എനിക്കിതിൽ കൂടുതൽ ചെയ്യാൻ പറ്റി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തി നൽകുന്ന സമയങ്ങൾ, ലോകത്തിലെ തന്നെ ഒരു പക്ഷേ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഓപ്പൺ മിഷൻ ഫീൽഡ്, ചിലത് ക്ലോസ്ഡ് മിഷൻ ഫീൽഡ് പല രാജ്യങ്ങളും, പക്ഷെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഓപ്പൺ മിഷൻ ഫീൽഡ് ഒരു 1/4 നൂറ്റാണ്ട് ആയിരിക്കുവാൻ, അവിടെ ജീവിക്കാൻ കർത്താവ് സഹായിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. അതൊരു ഭയങ്കര അനുഭവമാണല്ലോ സാറേ. ഒരു വിധത്തിലും നമ്മുടെ ഒന്നും മനസ്സിൽ അങ്ങനെ ഇല്ലായിരുന്നു, എബിസാഡ് അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിരുന്നു എന്നുള്ളൊരു കാര്യം. ശരിക്കും ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ശത്രു എങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നില്ലേ? നമുക്കറിയത്തില്ലെങ്കിലും നമ്മുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് അറിയാവുന്നത്, അതിൻ്റെ ഒരു ചില കാര്യങ്ങളൊക്കെ പിശാചിനും അറിയാമല്ലോ. പക്ഷെ ആ ഒരു ദൈവദാസൻ നമുക്കറിയത്തില്ല, ആളാരാന്നൊന്നും അറിയത്തില്ല. നമ്മുടെ വീട്ടിൽ ദൈവമായിട്ട് കൊണ്ടുവന്നതാണ്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ എത്ര വലിയ പ്രവൃത്തിയാണ്. അതെ സാറേ. സാറേ, നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ഇനി തിരിച്ചു വരാം, നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗത്തേക്ക്, സൗദി അറേബ്യയിലേക്ക്. അപ്പോൾ സൗദിയിൽ അങ്ങനെ കംഫർട്ടബിളായിട്ട് വളരെ അല്ലേ ഒരു റോയൽ അക്കാഡമിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു സമയം അല്ലേ? ഒരു പാലസിലായിരുന്നു, അതിന്റെ ഒരു ടെക്നിക്കൽ വിങ്ങിലായിരുന്നു. അതെ, എൻ്റെ വാട്ടർ പൊല്യൂഷൻ അതൊക്കെയായിരുന്നു എൻ്റെ സബ്ജക്ട് പഠിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയായിരുന്നു. അധ്യാപനമല്ലായിരുന്നു? അല്ല അല്ല. ഓ ശരി ശരി, ഓക്കെ. അപ്പം എൻവയോൺമെൻറ്റൽ സയൻസ് നമുക്കറിയാം ഈ കാലത്ത് വളരെയധികം സ്കോപ്പുള്ളൊരു സബ്ജക്റ്റാണ്. കാരണം നമ്മളൊക്കെ പഠിച്ച സമയത്തെ പോലെ അല്ല ഇന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. പക്ഷെ അത്രയും ഒരു പ്രധാനപ്പെട്ട പൊസിഷനിൽ നിന്ന്, ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒക്കെ വിട്ടിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ അനുഭവങ്ങൾ ഇനി കേൾക്കണം. എങ്ങനെ ബീഹാറിലേക്ക് വന്നു, വിവാഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഫോട്ടോ കണ്ടിട്ട് ഫോട്ടോ കാണാതെ പ്രാർത്ഥിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രീതി സിസ്റ്ററെ വിവാഹം കഴിച്ച ആ ഒരു അനുഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെ വലിയ ജീവിതത്തിലെ സ്റ്റെപ്സ് ആണ്. അതൊക്കെ കേൾക്കണം ഞങ്ങൾക്ക്. ഇനി ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്യത്തില്ല കേട്ടോ, കാരണം ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാറിൻ്റെ ആ ഫ്ലോ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് എല്ലാം പറയാം, കേൾക്കാൻ ഞാൻ റെഡി. അത്യാവശ്യം ഉണ്ടല്ലേ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഫുള്ളി ഞാൻ റെഡിയായി. എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം അങ്ങനെയായി. എന്തുകൊണ്ടോ ദൈവത്തിന്റെ ഒരു കൃപയാണ്, ഓരോരുത്തരുടെ മേലുള്ള ഒരു വിളിയാണ്. ഈ പണത്തോടുള്ള ഒരു താല്പര്യം അത് ആ സമയത്ത് ഉണ്ടായിട്ടില്ല. എല്ലാവരും ഈ ശമ്പളം കിട്ടുന്നുണ്ടെ വീട്ടിലേക്ക് അയക്കാൻ പോകും. പക്ഷെ എന്റെ ശമ്പളം കിട്ടിക്കഴിയുമ്പോഴേ എന്റെ ശമ്പളം കിട്ടാനിരിക്കുക അവിടെ ജോലി ചെയ്യുന്ന വേറെ ആൾക്കാരെ കടം മേടിക്കാൻ. അപ്പൊ എനിക്ക് നാട്ടിലോട്ട് അയക്കേണ്ടി വരാറില്ല, അവിടെ തന്നെ ഞാൻ കൊടുക്കാനുള്ളതേ ഉള്ളൂ. മീൻസ് ആളുകൾ ഇങ്ങനെ ചോദിക്കും. എനിവേ, പക്ഷെ സൗദി നല്ലൊരു അനുഭവം. ഞങ്ങള് രാത്രി 2 മണി വരെയൊക്കെ ആളുകളെ കൊണ്ടുവിടും, മീറ്റിങ്ങിന് വരുന്ന ആളുകളെ. എന്നിട്ട് 2 മണിക്ക് വന്ന്, എല്ലാം സീക്രട്ട് ചർച്ചല്ലേ, അത് കഴിഞ്ഞ് അടുത്തിടത്ത് പോകും. ഫിലിപ്പിനോസിന്റെ ഒക്കെ കൂടെയുള്ള മീറ്റിങ്ങിന് രാവിലെ അവിടെ പോകും. അതൊരു നല്ലൊരു തയ്യാറെടുപ്പ്. ഒരു ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിൻ്റെതുപോലുള്ള ഒരു അനുഭവമാണ്.
അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള സമയം ഞാൻ നാട്ടിലേക്ക് വന്നു. പ്രീതിയെ കല്ലുവല കുഞ്ഞുമനച്ചായന്റെ വീട്ടിൽ വെച്ചാണ് കാണുന്നത്. അപ്പോ ഞാൻ പ്രീതിയോട് പറഞ്ഞു, പ്രീതി, ഞാനിപ്പോ ഒരു ജോലി ചെയ്യുകയാണ്, പക്ഷെ ഞാൻ ജോലി രാജിവെച്ച് കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്, ഏത് സമയത്തും അത് ചെയ്യും. പ്രീതി ഒന്നും പറഞ്ഞില്ല പ്രത്യേകിച്ച്, കാരണം പ്രീതി നന്നായിട്ട് പഠിച്ച് പ്രീതി ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചു. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കർണാടക. അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രീതിക്കപ്പോ അത് മേ ബി 27 years ഒക്കെ. അപ്പൊ മാതാപിതാക്കൾക്ക് കല്യാണം കഴിപ്പിക്കണം, അതിങ്ങനെ സമയമായി. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ചിന്തിച്ചിരിക്കുക, പപ്പായിക്കും മമ്മിക്കും വേണ്ടി ആ കാര്യം നടക്കട്ടെ. അതുകൊണ്ട് പക്ഷെ പുള്ളിക്കാരി EUവിന്റെ കോൺഫറൻസിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്കുള്ള തീരുമാനങ്ങളെ ദൈവം എങ്ങനെ അത് കരുതി വെക്കുന്നു, അത് ദൈവം എങ്ങനെ അത് നോട്ട് ചെയ്ത് വെക്കും. ആ EUവിന്റെ കോൺഫറൻസിൽ വെച്ച് പ്രീതി സ്റ്റുഡൻസ് മീറ്റിംഗിൽ വെച്ച് പ്രീതി എഴുന്നേറ്റ് നിന്നു സമർപ്പിച്ചു, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണം. അത് പക്ഷെ പ്രീതി മറന്നുകയാണ്. പ്രീതി മറന്നാലും ദൈവം മറക്കട്ടെ. അങ്ങനെ വിവാഹം നടന്നു. പ്രീതിയുടെ പേരൻസ് ഒക്കെ ഇതുപോലെ ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നുള്ളവരാണ്. പപ്പ മിലിറ്ററി എഞ്ചിനീയർ ആയിരുന്നു, അത് കഴിഞ്ഞ് സയന്റിഫിക് ഓഫീസർ ആയിരുന്നു DRDOയിൽ, മമ്മി സെൻട്രൽ സ്കൂൾ ടീച്ചർ. ഇവരെ നല്ല ഓർത്തഡോക്സുകാർ, മിലിറ്ററിയുടെ നല്ല വീര്യം കൂടിയ മദ്യം കൊണ്ടുവന്ന് പപ്പായ ഡാഡിയുടെ ഫാദറിന് കൊടുക്കുന്നയാൾ. പക്ഷേ ദൈവവചനത്തിലൂടെ ചിലര് തന്നോട് സംസാരിച്ചു. താൻ ഡാർജിലിംഗ് ഒക്കെ ആയിരിക്കും ഒരാളോട് സുവിശേഷം പറയാൻ വേണ്ടി അവിടെ ഒരു ദൈവദാസൻ ചെന്നതും, പിന്നീട് ബൈബിൾ ക്ലാസ് ഈ 1-2 പേരെ പഠിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും കല്ലുമല കുഞ്ഞുമലച്ചായൻ ചെല്ലുന്നതുമൊക്കെ ഈ ഫിലിപ്പോസിനോട് ദൈവാത്മാവ് ആ നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ക്രൂസൈഡ് ഫീൽഡ് വിട്ട് അതനുസരിക്കാൻ തയ്യാറായ ഒരു മനുഷ്യന്റെ കൂടെ ഒരു കോണ്ടിനെന്റിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി. അതൊക്കെ ഒരു ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത്, ദൈവദാസന്മാർ അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നീട് പ്രീതിക്ക് 2 വയസ്സുള്ളപ്പോൾ മാരകമായ രോഗമുണ്ടായി, ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചില ദൈവദാസിമാര്, ഇവർ ഓർത്തഡോക്സുകാരായിരുന്നപ്പോ ഇങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥിച്ച് മരിക്കാൻ കിടന്ന 2 വയസ്സുകാരി കുട്ടി, അതായത് തീർത്തും മരിക്കുമെന്ന് എല്ലാവരും വിധി എഴുതിയ, വീട്ടുകാരും മരിക്കാൻ വേണ്ടി കിടത്തിരുന്ന ഈ പെൺകുട്ടി സൗഖ്യമാകുക. അങ്ങനെയാണ് അവർ കർത്താവിന്റെ വരുന്നത്. ഇതൊക്കെ സത്യത്തിൽ ആ പ്രാർത്ഥനയുടെ ആ ശക്തി. കഴിഞ്ഞ ദിവസം ഞാൻ മധേപുര ജില്ലയിൽ പോയി, ബീഹാറിൽ. അവിടെ രാത്രി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാത്രി 8 മണി മുതൽ അല്ലെങ്കിൽ 9 മണി മുതൽ രാവിലെ 4-5 മണി വരെയാണ്. അതിലൊരു സ്ത്രീ എഴുന്നേറ്റ് എന്ന് പറയാണ്, ഞാന് ക്യാൻസർ ബാധിച്ചത് സ്പ്രെഡ് ചെയ്ത് ഞാൻ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ, മരണം മാത്രം മുമ്പിൽ കാണുമ്പോൾ ഒരു ചേച്ചി എന്നെ കണ്ടിട്ട് ചോദിച്ചു, തുക്യോ ബടാ ദുഃഖിയെ, നിനക്കെന്താ വലിയ വിഷമം? അപ്പം ഇവര് പറഞ്ഞു, ഡോക്ടർ ജവാബ് തരിക, ഡോക്ടർ കൈവിട്ടു, മരണം. അപ്പൊ ഈ സ്ത്രീ പറയാണ്, അവർക്ക് വെറും 3, 4, 5 വർഷത്തെ അനുഭവമേ ഉള്ളൂ കർത്താവിൽ. പറയാ, മേ തുമ്പോ മർമ്മേനെങ്കിൽ ഞാൻ നിന്നെ മരിക്കാൻ സമ്മതിക്കുന്നു. അവർ പറഞ്ഞു, ഞാൻ നിനക്ക് ഇത് യേശുവിനോട് പ്രാർത്ഥിക്കും. ആരാ യേശു? ഈ ക്യാൻസർ ബാധിതയ്ക്ക് അറിയത്തില്ല, പക്ഷെ അവർ പ്രാർത്ഥിച്ചു. അവർ ഈ പെൺകുട്ടിയെ എല്ലാവരും കൈവിട്ട മരണം മാത്രം മുന്നിൽ കാണുന്ന ഈ ക്യാൻസർ രോഗിയുമായി ചർച്ചിൽ വന്നു. ചെറിയ ചർച്ച്, ഓലക്കുടില്, ഓലയല്ലെങ്കിൽ വൈക്കോൽ കുടില്. അവിടെ ഈ ചർച്ച് പ്രാർത്ഥിച്ചു. ഈ രാത്രി പ്രാർത്ഥനയിൽ ഞാൻ ആദ്യമായിട്ട് ആ കുട്ടിയെ കാണുന്നു. അവൾ പറയാണ്, ആ പ്രാർത്ഥന എന്റെ ക്യാൻസർ രോഗത്തെ പൂർണ്ണമായും സൗഖ്യം. ഇന്ന് ഞാൻ ഒരു സുവിശേഷകയാണ്. അപ്പോൾ ഇതൊക്കെ എന്നോ നടന്ന സംഭവമല്ല. സത്യം പറഞ്ഞാല് ഓരോ ദിവസവും നമ്മൾ അത്ഭുതം കാണുകയും, ഒരത്ഭുതം കാണാതെ ഇവിടെ ഒരു ദിവസം ഇല്ല. അത് ചിലപ്പം ദൈവം നമ്മളെ പഠിപ്പിക്കാനുള്ള ചില അത്ഭുതങ്ങളായിരിക്കും, ചില രോഗത്തിന്റെ സൗഖ്യങ്ങളായിരിക്കും,
ചിലപ്പം അടി കിട്ടാമെന്നിടത്തു നിന്നുള്ള രക്ഷപ്പെടലായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കണ്ട ഒരു കാര്യം, നമ്മളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ പോകുമ്പോഴാണ് നമ്മൾക്ക് ദൈവത്തിന്റെ ദൈവിക അനുഭവം നമ്മൾ ഏറ്റവും അടുത്തറിയും. പത്മോസുവിലേക്ക് യോഹന്നാൻ സ്നാപകൻ പോയി ദൈവിക ദർശനം കിട്ടി. സത്യത്തിൽ നമ്മൾ ഈ സമ്പത്തിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട്, ഞാൻ ഉൾപ്പെടെ, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ദൈവത്തെ അടുത്തറിയാനുള്ള പല അവസരങ്ങളും നഷ്ടമാണ്. അപ്പോൾ സമ്പത്ത് ദൈവം തരുന്നതല്ലേ? സമ്പത്ത് ദൈവം തരുന്നതാണ്. ആണെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ എന്താ? നമ്മൾ ദൈവത്തിൽ തന്നെ ട്രസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. ദിൻബർക്ക റോട്ടി ആജഹമേ ദേ, അതാ നമ്മുടെ പ്രാർത്ഥന. അതൊരു പ്രാക്ടിക്കൽ പ്രാർത്ഥനയാകണമെങ്കിൽ അന്നന്നത്തേക്കുള്ള ആഹാരം എനിക്ക് തരണമേ ഇന്ന്. അപ്പൊ ആ ഒരു ട്രസ്റ്റ്. എനിവേ, അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു ആ കുടുംബത്തിൽ. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ കർത്താവ് ആ കാര്യം ചെയ്തു. ദൈവത്തെ ഇത്രമാത്രം സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ വിട്ടുകൊടുത്തിയ കുടുംബമാണ്. പ്രീതി പറയുന്നത്, പ്രീതിയും പ്രീതിയുടെ അനിയത്തി പ്രിയയും അവരുടെ മുറിയിൽ കിടന്നത് ചുരുക്കം സമയങ്ങളിലേ ഉള്ളൂ. മദ്രാസിലവർ എപ്പോഴും ഒന്നിയിലെ കല്ലുവലയപ്പച്ചൻ അല്ലെ കല്ലുവലയപ്പച്ചന്റെ കൂടെയുള്ളവര് അവരിങ്ങനെ വരും. അപ്പം പ്രീതിയോടും അനിയത്തിയോടും പറയും, ഹോളിൽ കിടന്നു കേട്ടോ, ഇന്ന് പാസ്റ്റർ വന്നു. പക്ഷെ ദൈവം ആർക്കും പ്രകാരം സത്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ താമസിച്ച ഇടങ്ങളിൽ നൂറുകണക്കിന് ആളുകളെ താമസിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അപ്പൊ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരല്പം അവരെയൊക്കെ ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ ഇന്ന് ഒരു കുട്ടിക്ക് ഒരു മുറി, അടുത്ത കുട്ടിക്ക് വേറൊരു മുറി. നമ്മൾ ഓർക്കുന്നത് നമ്മളവരെ സഹായിക്കുകയല്ല. സത്യത്തിൽ നമ്മളവരെ സഹായിക്കുകയല്ല, നമ്മൾ ഒരു നല്ല ട്രെയിനിങ് അല്ല കൊടുക്കുന്നത്. പലപ്പോഴും അവര് തമ്മിലുള്ള സ്നേഹം പോലും കുറയുകയാണ്. ആ ഒരു സഹകരണവും പങ്കിടലും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചാൽ അത് തീർച്ചയായിട്ടും വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്ന് ഞാൻ തിരിച്ച് പോയി. പ്രീതി അപ്പം LIC ഡെവലപ്മെന്റ് ഓഫീസറാണ്. അങ്ങനെ ഇരിക്കുമ്പം ഈ ഒരു പ്രൊഫസിയൊക്കെ ഉണ്ട്. കർത്താവ് പുതിയ സ്ഥലത്തേക്ക് അയക്കും, ഇതെന്റെ മനസ്സിലുണ്ട്, പോയിട്ട് വരണം എന്നൊക്കെ ചിന്തിച്ച് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് പ്രീതിക്ക് നബാർഡ് എന്ന് പറയുന്ന ഒരു ബാങ്ക്, ബിന്നി സാറിന് നന്നായിട്ട് അറിയാം. ബിന്നി സാറിന്റെ ഒരു വിശ്വാസി ഏജിയമാണ്. അതില് എപ്പോഴോ പ്രീതി എഴുതിയൊരു എക്സാം. അത് പ്രീതിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഒരക്ഷരം പഠിക്കത്തില്ല, ഞായറാഴ്ച ഒരൊറ്റ പരീക്ഷ എഴുതത്തില്ല. ഇന്ത്യയിലെ സകല കോമ്പറ്റീറ്റീവ് എക്സാമും ഞായറാഴ്ച. ഒരു പരീക്ഷ പോയി ആൾ എഴുതി. അത് പാസ്റ്റർമാരൊക്കെ കൈകൂപ്പി, മോളെ അപ്പന്റെ ആഗ്രഹമില്ല, നീ ഒന്ന് പോയി എഴുത് എന്ന് പറഞ്ഞ് എഴുതിയതാണ്. അത് കിട്ടിയപ്പോൾ ആൾക്കാരെല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, ഇത് ബീഹാറിലേക്ക് ഒരിക്കലും ഒരു സൗത്ത് ഇന്ത്യൻ ഓഫീസറെ വിടത്തില്ല. അത് വിടാറേ ഇല്ല. കാരണം ഇവരുടെ എല്ലാ സ്റ്റേറ്റ് ക്യാപിറ്റലിലുമാണ്. ഒരു ലേഡി ഓഫീസറെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് വിടേണ്ട കാര്യം. പക്ഷെ അങ്ങോട്ടേക്ക് കിട്ടും. അപ്പൊ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, LIC എല്ലാം സെറ്റിൽഡ് അല്ലേ, ഇനി അങ്ങോട്ട് പോകണ്ട. പ്രീതിയുടെ ഫ്രണ്ട്സ് പറഞ്ഞു, നീ ബീഹാറിൽ പോകണ്ട, നീ ബോംബെയിലാണ് ഹെഡ് ഓഫീസ്, അവിടെ ഒരു കത്ത് എഴുതിയാൽ മതി, നിന്നെ അവിടേക്ക് അയക്കും. പക്ഷെ അപ്പോ എന്നെ ദൈവാത്മ ഓർമ്മ, ഞാൻ അങ്ങോട്ട് അയക്കുക. അപ്പൊ ഞാൻ പ്രീതിയോട് പറഞ്ഞു, നമുക്ക് ബീഹാറിൽ പോകാം. ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, എല്ലാവരും പറഞ്ഞു ബീഹാറിൽ പോകരുത്. ദൈവാത്മാവ് മാത്രം പറഞ്ഞു ബീഹാർ വിട്ടുപോകരുത്. അങ്ങനെ കഴിഞ്ഞ 26 വർഷങ്ങളായിട്ട് ഇവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ ഈ സന്ദേശം ഞാൻ കേട്ടുള്ള ഞാന് ആസാദി TV-യിലൂടെ പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ പവർഫുൾ ആയിട്ട് ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള സാക്ഷ്യങ്ങൾ. അപ്പൊ ഞാന് ഈ ദൈവം ചെയ്ത ചില പേഴ്സണൽ അത്ഭുതങ്ങളൊന്ന് പറഞ്ഞാൽ അത് പലർക്കും ഹൃദയത്തിലൊക്കെ പല ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ കേൾക്കുമല്ലോ. അവർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണെന്ന് അറിയാൻ വേണ്ടി
സത്യം പറഞ്ഞാൽ എനിക്ക് ആസ്മയുടെ അസുഖം. ഡോക്ടർ എന്നോട് പറഞ്ഞ തണുപ്പുള്ള സ്ഥലത്ത് ഒരിക്കലും പോകരുത്. ഇവിടാണ് 3 ഡിഗ്രി വരെ വരും ബീഹാറിൽ തണുപ്പ്. എനിക്ക് പത്തനംതിട്ട ജില്ലയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല വായുവുള്ള ജില്ല. ഞാൻ ഈ മലയാളത്തിലാണല്ലോ ഇത് പറയുന്നത്. നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. ലേറ്റസ്റ്റ് ന്യൂസ് ഞാൻ പറയാം. നമ്മുടെ ഇന്നത്തെ അവിടുത്തെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് എത്രയെന്നറിയാമോ? 5. 1000 കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ 5 കുഞ്ഞുങ്ങൾ മരിക്കും. അത് ബീഹാറിൽ എത്രയായിരുന്നു? 60. ഇപ്പോഴും 40 ഒക്കെ ആയിരിക്കും. ഇന്ത്യയുടെ ആവറേജ് കണക്കനുസരിച്ച് എത്ര? 25. അമേരിക്കയിലെ എത്ര? 5.6. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ 5.6 കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ കേരളത്തിൽ മരിക്കുന്നത് വെറും 5. ഇതൊക്കെ സത്യത്തിൽ മിഷനറി സംഭാവനകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ വന്ന് നമ്മളെയൊക്കെ എഴുത്തും വായനയും പഠിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് ഏതാ? CMS കോളേജാണ്, കോട്ടയത്തെ CM. അതാര് തുടങ്ങിയതാ? മിഷനറിമാർ. അവിടുത്തെ ആദ്യത്തെ പ്രിൻസിപ്പൾ ആരായിരുന്നു? ബെഞ്ചമിൻ ബെയ്ലി. അപ്പൊ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി ദൈവം നമുക്ക് അവസരം നൽകിയത് ഓർത്ത് നമുക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ തന്നെ നമുക്ക് വലിയ കടപ്പാടുകളുണ്ട്, വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അപ്പോൾ ഈ പത്തനംതിട്ട, കോട്ടയം ഇവിടെയൊക്കെ ഏറ്റവും നല്ല വായു. കാരണം ഇവിടെയാണെങ്കിൽ പട്നയിലെ വായു എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഏറ്റവും പൊല്യൂഷൻ ഉള്ള വായു. പക്ഷെ എനിക്ക് പത്തനംതിട്ടയെ വെച്ച് എല്ലാ മാസവും ഒരുപക്ഷെ ആസ്മ ഉണ്ടാവുക. കർത്താവ് ഞങ്ങളെ ബീഹാറിലേക്ക് അയച്ചു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. പത്തനംതിട്ട ജില്ലയിൽ വെച്ച് എല്ലാ മാസവും ആസ്മയുടെ അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് എനിക്ക് കഴിഞ്ഞ 26 വർഷമായി ഒരിക്കൽ പോലും ആസ്മയുടെ അസുഖം ഉണ്ടായിട്ടില്ല. ഏറ്റവും തണുപ്പ്. ഞാൻ തണുപ്പത്ത് എന്തായിരുന്നറിയാമോ? ഡോക്ടറിനോട് ഞാൻ തണുത്ത സ്ഥലത്ത് പോകരുത്, പക്ഷെ ഞാൻ 3 ഡിഗ്രി സെന്റിഗ്രേഡിലും തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നത്. ഞാൻ ഒരിക്കലും ചൂടുവെള്ളം ഉപയോഗിക്കാറില്ല. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഒന്ന്, നമുക്ക് ഒരു സുവിശേഷകനാ, ചെലവ് കുറച്ചാൽ നല്ലതാണ്. 2, നമ്മുടെ കൂട്ടുപ്രവർത്തകരോടും പറയാമല്ലോ, ഞാൻ തണുത്ത വെള്ളത്തിലാണ് കുളിച്ചേ, നിങ്ങൾക്ക് എന്താ? 3, ഈ ചൂടുവെള്ളം വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഗ്രാമങ്ങളിൽ പോകുമ്പോൾ കിട്ടത്തില്ല. എന്റെ ആസ്മയെ ദൈവം സൗഖ്യമാണ്. ഞങ്ങളുടെ കുഞ്ഞ്, 2ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവള് നടക്കത്തില്ല. ഞങ്ങൾ ഫിസിയോതെറാപ്പി സെന്ററിൽ കൊണ്ടുപോയി. അവളുടെ കാലിന് ബലമില്ല. ഡോക്ടർ കൈയൊഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇവള് നടക്കത്തില്ല, ഇവള് വലുതാകുമ്പോൾ ഇവളുടെ കാല് വളഞ്ഞിരിക്കും. ഫിസിയോതെറാപ്പി സെന്ററിൽ കൊണ്ടുപോയി, പ്രയോജനമില്ല. ഞാൻ ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മഹാകൃപയാൽ ഇന്ന് കുഞ്ഞിന്റെ കാലിന് യാതൊരു കുഴപ്പവുമില്ല. കർത്താവ് പ്രാർത്ഥനയിലൂടെ കുഞ്ഞിനെ സൗഖ്യമാണ്. ലാസറിനെ ഉയർപ്പിച്ച നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഞങ്ങളുടെ മക്കള് മിഷൻ ഫീൽഡിലാണ് വളർന്നത്. മദ്രാസിലെ സെൻട്രൽ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ടോപ്പ് സെൻട്രൽ സ്കൂളുകളാണ്. അവിടെ നിന്ന് ഞങ്ങള് അവരെ ബീഹാറിൽ കൊണ്ടുവന്നു, മുജഫർപൂരിൽ കൊണ്ടുവന്നു. അവർ പഠിച്ച ചില സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് പോലും ഹിന്ദിയിലാണ് പഠിപ്പിച്ചെന്ന് പറയാം. ഞങ്ങളുടെ മോന്റെ തലയിൽ മുടിയെ പിടിച്ച് പൊക്കിയതും, തല്ലു കൊള്ളാതിരിക്കണമെങ്കിൽ സാറിന്റെ കൈ തിരുമണം. ഏത് സ്കൂളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മള് എവിടത്തെ കാര്യമാണെന്നൊന്നും ഞാൻ പറയാതെ പറയാം കേട്ടോ. ഒരു കുഞ്ഞിന് TB വന്നു. TB. അവന് നടക്കാനൊന്നും വയ്യ, ഓടാൻ വയ്യ, വളരെ ഇനാക്റ്റീവായി. അപ്പോൾ ഇവിടെ ഒരു മോഡ്യൂൾ വന്നു ഈ നെഞ്ചിന്റെ ഭാഗത്ത്. അത് TB കൂടിക്കഴിയുമ്പോഴാണ് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകും. എൻ്റെ കോബ്രദർ പീഡിയാട്രീഷ്യനാണ്, കുഞ്ഞുങ്ങളുടെ ഡോക്ടറാണ്. പക്ഷെ ഇവൻ ഇതങ്ങോട്ട് കൂടി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ കോബ്രദറും ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സർജറിയുടെ മധ്യത്തിൽ വെച്ച് കുഞ്ഞിന്റെ ശ്വാസം നിന്നു. ഒരു വീക്ക് ചൈൽഡിന്റെ ശ്വാസം നിന്നാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഹീസ് ഗോൺ. ഡോക്ടർമാര്, അതിന്റെ കൂട്ടുകാര് എന്റെ കോബ്രദറിനെ ആ സർജറി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറക്കി. പക്ഷേ ഞങ്ങളെ സ്നേഹിക്കുന്ന, മിഷനെ സ്നേഹിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, ദൈവമക്കൾ ചിലർ, അതറിയാവുന്നവർ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായി. ശ്വാസം നിലച്ച കുഞ്ഞിന് ദൈവം ശ്വാസം നൽകി. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ഞങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു ഹോസ്പിറ്റൽ സൗകര്യമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഒരിടത്തും നമുക്ക് പോകാൻ പറ്റത്തില്ല. രാത്രി മുഴുവൻ കുഞ്ഞിന് അതിഭയങ്കര വേദന. ഒരിടത്തും കൊണ്ടുപോകാനില്ല. ഞങ്ങൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ദൈവകൃപയാൽ ലഭിച്ചവരാണ്. ആരും പോകാൻ മടിക്കുന്ന, ഇഷ്ടപ്പെടാത്ത, ഒരു കാരണവശാലും പോകാൻ തയ്യാറാകാത്ത ഒരിടത്തേക്കാണ് പോയത്. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. രാത്രിയിൽ കുഞ്ഞിന് വയ്യ, ഒരിടത്തും കൊണ്ടുപോകാനില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് മാത്രം, വേറെ ആരും ഞങ്ങളെ സഹായിക്കാനില്ല. ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പല വർഷങ്ങളിലേക്ക് പോയതാണ്. അത് ഞങ്ങൾ 1ാമത്തെ ദിവസമാണ്. ആരോടും പറയാനില്ല, ആരെയും വിളിക്കാനില്ല. ആ കുഞ്ഞിനെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യം. ഇംഗ്ലീഷും ഹിന്ദിയിൽ പഠിപ്പിക്കുന്ന സ്കൂളിൽ അവൻ പഠിച്ചു. പക്ഷെ ദൈവം ചെയ്തൊരു അത്ഭുതം ഞാൻ പറയാം. അവന് ബ്രിട്ടീഷ് ലൈബ്രറിയുടെ ഇംഗ്ലീഷ് ടെസ്റ്റിൽ ഒരു എക്സെപ്ലറി, ഏറ്റവും നല്ല ഒരു ഗ്രേഡ് കിട്ടാൻ കർത്താവ് സഹായിച്ചു. ഒട്ടും പഠിപ്പീരെന്ന് പറയുന്നൊരു കാര്യമായിട്ടൊന്നും ഇല്ലാത്ത സ്കൂളുകളിൽ പഠിച്ചു എങ്കിലും ദൈവം സഹായിച്ചു. ഇപ്പോ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, അതുപോലെയുള്ളൊരു ഇതാണ് XLRI, ഇന്ത്യയിലെ ആദ്യത്തെ MBA കോളേജാണ്. അതിൽ ധാരാളം കുട്ടികൾ എഴുതുന്നത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കോളേജാണ്. അവിടെ അഡ്മിഷൻ കിട്ടാൻ കർത്താവ് സാധിച്ചു. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ആഗ്രഹം അവർ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞങ്ങള് അങ്ങനെ സുവിശേഷത്തിന്റെ ശവപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാൻ കർത്താവ് ഇടയാക്കി. ഞാന് ഈ ജോലി വിട്ടു വന്നപ്പോ എന്നോട് ദൈവാത്മാവ് പറയാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഒരു എവിടെയെങ്കിലും ഒരു ജോലി ചെയ്യണം, ബാക്കി സമയം സുവിശേഷ വേല ചെയ്യണം. കാരണം ആരെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുക, ആരുടെ കയ്യിൽ നിന്നെങ്കിലും എന്തെങ്കിലും സഹായം സ്വീകരിക്കുക, ഇതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. ഞാൻ പല കാര്യങ്ങളും തുറന്നു പറയുന്നത് നമ്മുടെ കുടുംബക്കാരിയാണല്ലോ. അതുകൊണ്ടുകൂടെ ഞാൻ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കൊരല്പം വിഷമമുണ്ടായി. എന്താ വിഷമം എന്നറിയാം? എന്നോട് ആൾക്കാർ പറഞ്ഞു, ആരോ എന്നോട് പറഞ്ഞു, പ്രീതി 30% കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുമെന്ന്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിടാം, ഞാനത് കേട്ടിട്ട് പോലും ഇല്ലല്ലോ. 30% എന്തിനാ കർത്താവിന് വേലയ്ക്ക് കൊടുക്കുന്നത്? 10% കൊടുത്താൽ പോരെ? ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ എന്നോട് ദൈവാത്മാവ് പറയാ, മോനെ നീ വിഷമിക്കണ്ട, നീ 10% കൊടുക്കുകയും വേണ്ട, 30% കൊടുക്കുകയും വേണ്ട, നീ ഒരു 100% കൊടുത്തേക്ക്. എന്റെ ദൈവമേ, ഞാൻ വീണ്ടും ഒരു മണ്ടത്തരം കാണിച്ചു. എന്തോ മണ്ടത്തരം? ദൈവാത്മാവ് പറഞ്ഞത് ഞാനങ്ങ് ചെയ്യണം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പറഞ്ഞു, ഇനി എന്റെ ഈ ശമ്പളം തരരുത്, എന്റെ ശമ്പളം മുഴുവൻ ഈ ഓർഗനൈസേഷനിലൊക്കെ ആയി. അത് ഞാൻ തുടങ്ങിയ സംഘടനയല്ല, ഞാൻ ഒരു സംഘടനയും തുടങ്ങിയിട്ടില്ല. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഒരു സംഘടനയും തുടങ്ങരുത്. കാരണം ഈ സംഘടന തുടങ്ങിയ ആവശ്യത്തിന് നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഇനി
അതിന്റെ ആവശ്യമില്ല. ഉണ്ടല്ലോ എത്രയോ നല്ല നല്ല കർത്താവിന്റെ വേലകൾ നടക്കുന്നു. അപ്പൊ അതിലേക്ക് അങ്ങോട്ട് കൊടുക്കാൻ കർത്താവ്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇതൊരു 23-24 വർഷം മുമ്പ് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പില് എന്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ, ഞാൻ കർത്താവിന്റെ മഹത്വത്തിന് ഒരു കാര്യം നിങ്ങളോട് പറയും. 30% കൊടുത്ത ആളുടെ ശമ്പളം ഒരു 30 തവണ വർദ്ധിക്കുന്നതാണ്. 100% കൊടുക്കാൻ ദൈവം പറഞ്ഞു. എന്റെ സകല ആവശ്യങ്ങളും ദൈവം നടത്തുന്നത്, ആരോടും ചോദിക്കാതെ നടത്തുന്നതാണ്. 100% കൊടുത്തപ്പോൾ അതിനെ ഒരു 10,000 മടങ്ങാക്കി വർദ്ധിപ്പിക്കുന്നത് ഞങ്ങൾ ഒരു സെന്റ് ഭൂമി മേടിച്ചിട്ടില്ല, ഒരു മുറിയുടെ സ്ഥലം, ഒരു മുറിയുടെ വീട് ഒരിടത്തും വെച്ചിട്ടില്ല. അങ്ങനെ ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സകല ആവശ്യങ്ങളും അത് വളരെ രസകരമായ രീതിയിൽ തന്നെ ദൈവം നടത്തി തന്നു. ഒരിക്കൽ എന്റെ ഷൂ പൊളിഞ്ഞു പോയി. അത് തിരിഞ്ഞു കിടന്നപ്പോൾ എനിക്ക് മനസ്സിലായോ, ഈ ഷൂ ഇനി ഒത്തിരി പറ്റത്തില്ലല്ലോ. ഇവിടുത്തെ തണുപ്പത്ത് ഷൂ വേണം, നല്ല തണുപ്പല്ലേ. ഒരപ്പച്ചൻ വരിക വയലായിൽ നിന്നും വേവിച്ചായ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അദ്ദേഹം വന്നിട്ട് എന്നോട് പറയാ, എബി, ഞാൻ ഇങ്ങോട്ട് എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ കയറുന്നതിന് മുൻപ് ഒരു ഷൂ മേടിച്ചു. കടയിൽ പോയി ഇട്ടു നോക്കി മേടിച്ച ഷൂവാ. ഇവിടെ വന്നപ്പോ അതങ്ങ് ചെറുതായി പോയ. ദൈവമേ, ഷൂ എങ്ങനെ ചെറുതാകുന്നേ? ഈ അപ്പച്ചൻ എങ്ങനെയാ ഇത്രയും വലുതാകുന്നേ? 65 വയസ്സുള്ള അപ്പച്ചൻ എന്നോട് ചോദിക്കുക, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഷൂ ഇന്ന് ഇട്ടു നോക്കാം. ഞാൻ മനസ്സിൽ വിചാരിച്ച് എനിക്കെന്തോ ബുദ്ധിമുട്ടാ. എന്റെ ഷൂ ഇവിടെ ചെങ്കടൽ പോലെ രണ്ടായിട്ട് വിഭാഗിക്കപ്പെടുക പോവാ. എന്റെ പ്രിയമുള്ളവരെ, അപ്പച്ചന് ചെറുതായി പോയ ഷൂ എനിക്ക് കീർത്തി. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ ദൈവം നടത്തിയത് കാണാൻ കർത്താവ് സഹായിച്ചു. ഒരു 7 വർഷം കർത്താവിന്റെ വേല ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര വിശ്വാസികളുണ്ട്? 7 വർഷം കർത്താവിന്റെ വേല ചെയ്ത് കഴിഞ്ഞപ്പം 7 വിശ്വാസികൾ. ആരോടെങ്കിലും പറയാൻ പറ്റും? അപ്പൊ എന്നോട് ചിലപ്പോൾ ചോദിക്കും, 7 വർഷം പ്രവർത്തിച്ചു കഴിഞ്ഞ് 7 പേരെ കിട്ടിയിട്ട് ഒരു നാണക്കേട് തോന്നിയില്ലേ? ഇതങ്ങ് നിർത്താമെന്ന് തോന്നിയില്ലേ? ഞാൻ അബദ്ധത്തിൽ ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു മാവ് നട്ടു. അത് പുറയിലായിരുന്നു, അത്രയും കുഴപ്പമില്ല. ഞാൻ ചെല്ലുമ്പോ എന്റെ അമ്മ എന്നോട് പറയും, മമ്മി പറയും, എടാ നീ ഒരു മാവ് നീ നട്ടേക്കുന്നു. മാവാണ്, ഞാനും ഒരു മാവാണെന്ന് അറിയിക്കാൻ ഇതിൽ ഒരു മാങ്ങ ഉണ്ടായി. ഞാനപ്പോ ചോദിക്കും, ദൈവമേ, ഇതങ്ങ് പുറകെ നട്ടായിരുന്നെങ്കിൽ. ഒരു മാവാണെങ്കിൽ മാങ്ങ ഉണ്ടാകണ്ടേ? 7 വർഷമായി ആളുകൾ അവിടുന്ന് വന്നു കർത്താവിന്റെ വേല ചെയ്യുക. 7 വിശ്വാസി നന്നായിട്ട് കിട്ടി. എന്തോ കിട്ടി? നല്ല ഒന്നാം അടി കിട്ടി. ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെ ഞാൻ ഓർത്തു, അന്നേരം പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കുക, ഒരു മഹായോഗത്തിൽ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ 7 പേരുണ്ട് അതിനകത്ത്. ഈ 7 പറഞ്ഞാൽ 5 or 8 അല്ലാതെ 20 ഇല്ല. ഞാൻ നോക്കിയപ്പം ഞാൻ ഓർത്ത് തലയിലോട്ട് ഈ റൂഫ് എല്ലാം കൂടി ഇടിഞ്ഞു വീണോ. നോക്കിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒന്നാന്തരമായിട്ട് അടിക്കുക. ഞാൻ പറയും, അന്നാ എനിക്ക് മനസ്സിലായത് GPS ഇല്ലാതെ വഴി കണ്ടുപിടിക്കാറുണ്ട്. കാരണം അടി ഉണ്ടാ പിന്നെ ഓടുകയല്ലേ അടുത്തത്, GPS നോക്കിയല്ലല്ലോ. വിശ്വാസികളില്ല. ഞാന് ഇതിനിടയ്ക്ക് ഒരു ജെറമി ദൈവദാസനെ കാണുന്നത് ചെന്നൈയിൽ പോയിട്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വീട്ടിലോട്ട് എന്നെ ഒന്ന് കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കൊണ്ടുവിട്ടു. എനിക്ക് ഇദ്ദേഹത്തെ ഒന്നും അറിയത്തില്ല. അങ്ങോട്ട് കൊണ്ടുവിട്ടു. ഞാൻ വെളിയിലോട്ട് ഇറങ്ങുക. എൻ്റെ മദറിൻലോയും ഉണ്ട് കൂടെ. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പോവാം. അദ്ദേഹം പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങിയതും അദ്ദേഹം അങ്ങോട്ട് പ്രൊഫസ് ചെയ്യാൻ. അദ്ദേഹം പറയാ, I am seeing hundreds of people taking that. 100 ആളുകൾ സ്നാനപ്പെടുന്ന എന്താണ്? I will provide for all your needs in your place. നീ എവിടാണോ അവിടെ നിന്റെ സകല ആവശ്യം ഞാൻ നടത്തി. You will not go out, but I will send my people to see what I am doing. ഇങ്ങനെ ഞാൻ വിചാരിച്ചു, എന്തോ പറയുന്നത്. ഇവിടെങ്ങാനും 2 പേര് പോലും കർത്താവിലേക്ക് ഒരു വർഷം വരുന്നില്ലല്ലോ. പക്ഷെ പ്രിയമുള്ളവരെ, ഞാൻ
പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്നോടും നിങ്ങളോടും ദൈവം ഒരു കാര്യം പറഞ്ഞു. നമ്മളൊന്ന് നിന്നുകൊടുത്താൽ മതി. നമ്മൾ വലിയ മിടുക്കരാണ്. നമ്മൾ നിന്നുകൊടുത്താൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മളിലൂടെ നടക്കുന്നത് കാണാൻ കർത്താവ് ശ്രമിക്കും. ഞാൻ ഒരു സ്കൂട്ടർ ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് സംസാരിക്കുക, 7 വർഷമാകുമ്പോൾ ഈ വർഷം 100 കൂട്ടുപ്രവർത്തകരെ. 7 വർഷമാകുമ്പോൾ 10 വിശ്വാസിയില്ല, പിന്നെ ഇവിടുന്ന് 100 കൂട്ടുപ്രവർത്തകർ. പക്ഷെ ദൈവത്തിന് കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് അടുത്ത കാര്യം പറയാം. അടുത്ത വർഷം നീ 1000 പേരെ പഠിപ്പിക്കണം, അതിനടുത്ത വർഷം 10,000 പേരെ പഠിപ്പിക്കണം, അതിനടുത്ത വർഷം 1 ലക്ഷം പേരെ പഠിപ്പിക്കണം. ഞാൻ വിചാരിച്ചു എന്തോ എനിക്ക് കേട്ടത്, പക്ഷെ കേട്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെ ദൈവം പറഞ്ഞു നമുക്ക് ഉപവാസ പ്രാർത്ഥന നടത്തും. 10 വിശ്വാസികളുള്ളപ്പോൾ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന ഒരു 2006 അതിന്റെ തുടക്കത്തിൽ അധികം പറഞ്ഞത്. 2006 100 കൂട്ടുപ്രവർത്തകർ തയ്യാറാവുകയാണ്. അവർ എവിടെ നിന്ന് വന്നു എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. സുവിശേഷത്തിന്റെ ശവപ്പറമ്പിൽ. അടുത്ത വർഷം ഒരു കറണ്ടില്ലാത്ത, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത, റോഡില്ലാത്ത, ജനലില്ലാത്ത, കഥകില്ലാത്ത ഒരു സ്ഥലം നമുക്ക് കിട്ടുക. നമ്മുടെ ഹിന്ദു സ്നേഹിതരെ നടത്തിക്കൊണ്ടിരുന്ന, നമുക്കറിയത്തില്ല അവിടെ ഒരു ഹോസ്പിറ്റൽ ഇടിഞ്ഞു കുളിഞ്ഞെന്ന് പറയുന്നത് പോലെ ഒരു സ്ഥലം കിട്ടുക. അവിടെ ഒരു ട്രെയിനിങ് തുടങ്ങുക. അവിടേക്ക് റോഡില്ല, അവിടേക്ക് വാഹന സൗകര്യമില്ല, പക്ഷെ ആരോ ഓടിച്ചു വിട്ടതുപോലെ ആളുകൾ വന്നു. ആ വർഷം പ്രിയമുള്ളവരെ, നമ്മൾ 10 പേരെ പഠിപ്പിക്കാൻ കഷ്ടപ്പെട്ട സ്ഥാനത്ത് ആ വർഷം 1200 പേരെ നമ്മൾ ചെറുതും വലുതുമായ സമയങ്ങളിലൂടെ വേദവസ്തുക്കൾ. അതിനടുത്ത വർഷം ദൈവാത്മ പറയാ, കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യുക. 12,000 പേരെ കഴിഞ്ഞു. എനിക്കാകെ അറിയാമായിരുന്ന ഹിന്ദി ഇതാ, ഹിന്ദി നഹീം ആദ്യം. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് എന്റെ അമ്മ പറയും, എനിക്കറിയാം, ഞാൻ കണ്ട ഏറ്റവും വലിയൊരു അല്പം നീ ഹിന്ദി സംസാരിക്കുക. എനിക്ക് ഹിന്ദി ഏറ്റവും ബുദ്ധിമുട്ടാണ്. എന്നോടൊരു മനുഷ്യൻ വന്നിട്ട് പറയാ, എന്താ ബ്രദറെ ഹിന്ദിയിൽ TV പ്രോഗ്രാം ചെയ്യാത്തത്? ഒരു TV മേടിക്കാൻ നമ്മുടെ ഈ പണമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിൽ പണം വേണ്ട, നമ്മുടെ കൂടെ ദൈവം മതി. ഒരു TV സ്റ്റേഷനിൽ പോവുക, ക്രിസ്ത്യൻ ചാനലല്ല, എല്ലാവരും കാണുന്ന സെക്യുലർ ചാനൽ. അവരോട് പറഞ്ഞു, ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ തുക പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, പൈസ ഇല്ല, പക്ഷെ യേശു ഉണ്ട്, യേശുവിനെ പറ്റി പറയുന്നത്. അപ്പൊ ഈ മനുഷ്യൻ പറയാ, അച്ഛാ സമദ്യ അർത്ഥം ശുരൂക്കർണ ചാത്ത, നിങ്ങൾ എപ്പോഴാ തുടങ്ങാൻ പോകുന്നു? അപ്പൊ ഞാൻ വിചാരിച്ച എന്താ, നമ്മളോട് ഈ പറഞ്ഞ ആള് നമ്മളെ സഹായിക്കുമെന്ന്. ഇവരെയൊക്കെ ദൈവം ഉപയോഗിക്കുന്നത് നമ്മളെ ഈ പഴയ അംബാസഡർ കാറുണ്ടല്ലോ, മുമ്പോട്ട് നീങ്ങാത്തത്, അങ്ങോട്ട് തള്ളി ഒന്ന് വിടാനാ. പിന്നെ ആ വണ്ടി നിൽക്കത്തില്ല, ഒരൊറ്റ പോക്കുന്നു, അത് പൊക്കോണം. തള്ളാൻ വേണ്ടി കുറച്ച് പേരെ ഇങ്ങനെ അയക്കുന്നതാണ്. അതുകൊണ്ട് അവരെന്താ സഹായിക്കാൻ, ഇവരെന്താ സഹായിക്കും, ഇതൊന്നും ചോദിക്കരുത്. ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രിയമുള്ളവരെ, ഞാനത് നടക്കുമെന്ന് ഓർത്തില്ല. പക്ഷെ ആ വർഷം ഒരു ഒക്ടോബർ ആയപ്പോൾ എന്നോട് ദൈവാത്മാവ് ചോദിക്കുക, ഞാൻ നിന്നോട് കുറെ കാര്യം പറഞ്ഞില്ല, അതൊക്കെ നടന്നില്ലേ? പക്ഷെ ഈ വർഷത്തെ നീ ഒന്നും ചെയ്തില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യുക, നീ അങ്ങോട്ട് ആ സ്റ്റേജിലോട്ട് കയറി നിൽക്കുക, ഒരു കോൺഫറൻസ് നടക്കുക, നമ്മുടെ വർക്കേഷൻ, നീ പറ ഇത് നടക്കാൻ പോവാന്ന്. അത് നടക്കും. അതങ്ങോട്ട് കയറി പറഞ്ഞിട്ടില്ലേ, ആ TV ചാനൽ ഓപ്പൺ എല്ലാ ദിവസവും, എവരി ഡേ. ഒരു TV മേടിക്കാൻ പണമില്ലാത്ത നമ്മളെ കൊണ്ട് എല്ലാ ദിവസവും ഒരു സെക്യുലർ ചാനലിലൂടെ, ക്രിസ്ത്യൻ ചാനലല്ല, ക്രിസ്ത്യാനികളെ നടത്തുന്ന ചാനലല്ല, എല്ലാ ദിവസവും വചനം പഠിപ്പിക്കുക. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, എത്ര അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നത് എന്നോർത്ത് ഞാൻ എൻ്റെ വൈഫിന്റെ കസിനുണ്ട്, ഡോക്ടർ ഐല, പെരുമ്പാവൂര് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ. കഴിഞ്ഞ ദിവസം അവരും ഡാഡിയുടെ അനിയന്റെ മോളാണ്. അവരൊക്കെ നല്ല ഓർത്തഡോക്സുകാർ. ഇവര് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഭയങ്കര, അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഈ കുട്ടി ഇപ്പോ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിക്കുക,
ചേട്ടൻ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വന്നപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കാണത്തില്ലേ, ജോലിയൊക്കെ വിട്ടപ്പോൾ. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. സത്യം പറഞ്ഞാൽ സാമ്പത്തികമായ എന്നോട് ദൈവാത്മ ഒരു കാര്യം പറഞ്ഞു, നീ പണം ഉണ്ടാക്കുന്ന ഒരു പണിയും ചെയ്യരുത്, നീ സ്കൂൾ നടത്തരുത്. നമ്മൾ സ്കൂൾ നടത്തുന്നുണ്ട്, 170 ഫ്രീ സ്കൂൾ നടത്തുന്നുണ്ട് നമ്മൾ. പക്ഷെ നീ പണം ഉണ്ടാക്കി വിശേഷ വേല ചെയ്യാൻ വേണ്ടി പണം ഉണ്ടാക്കുന്ന ഒരു പണി നീ ചെയ്യണ്ട, അത് ഞാൻ ചെയ്തോളാം. നീ സുവിശേഷം പറഞ്ഞോണം, യേശു ഉദ്ധാരകർത്താഹെ, യേശു രക്ഷിക്കുന്നു, ഇത് പറഞ്ഞ് നീ കറങ്ങിപ്പോണം. കഴിഞ്ഞ 26 വർഷം ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സകല ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞു ചെയ്ത് എന്നാ നൂലേ കെട്ടി ദൈവം ഇറക്കി തരുമോ? നൂലേൽ കെട്ടി ദൈവം ഇറക്കി തരും. ഇന്ന് വരെ സത്യം ഞാൻ പറയാ, നമുക്കൊരു ഒരു ഒരു വെബ്സൈറ്റ് ഇല്ല. ഇന്ന് വരെ ഒരാൾക്കൊരു ആവശ്യം പറഞ്ഞ് കത്തെഴുതിയിട്ടില്ല. പക്ഷേ സകല ആവശ്യങ്ങളും ദൈവം നടത്തും. എന്താ കാരണം? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, മരിച്ച ഉയർത്ത ദൈവമാണ്. എൻ്റെ ഒരു റോൾ മോഡൽ ജോർജ് മുള്ളറാണ്. ജോർജ് മുള്ളർ 10,000 കുഞ്ഞുങ്ങളെ വളർത്തി, അനാഥ കുഞ്ഞുങ്ങളെ, 10,000 അനാഥ കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റി. ആ മനുഷ്യന്റെ ഓപ്പൺ ചലഞ്ച് ഇതായിരുന്നു, എൻ്റെ ഒരു കുട്ടിയെങ്കിലും ഒരിക്കലെങ്കിലും പട്ടിണി കിടന്നാൽ ഞാൻ ഈ അനാഥാലയം നിർത്തും. കാരണം എനിക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കണം, എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്ന ദൈവമാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം ഒരാളോടും പറയാതെ ഈ 10,000 കുഞ്ഞുങ്ങളെ ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുന്നു. കേരളത്തിൽ ലഭിച്ച സൺഡേ സ്കൂൾ പഠനത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർക്കായി അവരുടെ പ്രസംഗങ്ങൾ, പഠിപ്പിക്കലുകൾ ഒക്കെ ഓർത്ത് കർത്താവിന് നന്ദി പറയും. അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു 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 ആവേശം പകർന്നു നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ദൈവം ജീവനുള്ള ദൈവമാണ്, നടത്തുന്ന ദൈവമാണ്, നമ്മളെ കരുതുന്ന ദൈവമാണ്. ഇതൊക്കെ അറിയാൻ കർത്താവ് സഹായിക്കും. എത്രയോ അത്ഭുതങ്ങളാണ് ദൈവം ചെയ്തിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എത്ര അത്ഭുതകരമായി ദൈവം നടത്തി എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു, എൻ്റെ ലൈഫിന്റെ ഒരു പർപ്പസ് എന്ന് ഞാൻ പറഞ്ഞാൽ എഴുതി വെച്ചതാണ്, 1,00,000 ആളുകളെ വചനം പഠിപ്പിച്ച് അവരെ ശിഷ്യരാക്കി ശിഷ്യത്വ പരിശീലനം കൊടുക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനപ്പോ ഇങ്ങനെ കണക്ക് കൂട്ടും. ഓക്കെ, കഴിഞ്ഞ വർഷം 5,000 പേരെ പഠിപ്പിച്ചു, അതിന് മുമ്പത്തെ വർഷം 5,000 പേരെ പഠിപ്പിച്ചു, 10,000 അതിന് മുമ്പത്തെ വർഷം ഒരു 3,000 പഠിപ്പിച്ചു കാണും, 13,000 ഇപ്പോൾ ഒരു 17,000 ആയി കാണും. അത് ഒന്നിച്ചോണെ എത്ര സമയം എടുക്കണം? നമ്മുടെ കണക്കൂട്ടലുകളെയൊക്കെ തെറ്റിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ദൈവം. എന്നോടൊരാൾ വന്ന് ചോദിച്ചു, നിങ്ങളിങ്ങനെ BBS ഒക്കെ നടന്ന പിക്ചർ ഞാൻ കാണുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്ര പഠിപ്പിക്കാൻ പറ്റും? നമ്മുടെ കഴിഞ്ഞ വർഷം ഞങ്ങൾ 55,000 കുഞ്ഞുങ്ങളെയാണ് BBS പഠിപ്പിച്ചത്. 5 പേരെ 50 പേരെ പഠിപ്പിച്ച സ്ഥാനത്തായിരുന്നു. എന്നോട് ചോദിച്ചു, ഒരു 50,000 കുഞ്ഞുങ്ങൾക്ക് ശിഷ്യത്വ പരിശീലനം കൊടുക്കാമോ? ഒരു 50,000 പേർക്ക് ശിഷ്യത്വ പരിശീലനം കൊടുക്കാം. കഴിഞ്ഞ ഒരു മാസം ഒരു 11,000 പേർക്ക് 12 ലെസൺസ് ഉള്ള ശിഷ്യത്വ പരിശീലനം എടുക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവം സഹായിച്ചാൽ ഈ വർഷം 50,000 പേര്. ഇതൊക്കെ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഞാൻ ഡിപ്രഷൻ വന്ന് മരിക്കാൻ ആഗ്രഹിച്ച ഒരാൾ. അപ്പൊ ദൈവത്തിന് വേണ്ടത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അനിവാസ് എന്ന വീട്ടിലാണ്, ഈ കൊല്ലംകാരൻ, അത് ഇവിടെ പ്രവർത്തിക്കും. ഒരു വാക്ക് ഹിന്ദി അറിയത്തില്ല, ഓട്ടോറിക്ഷയിൽ കയറി ഇരിക്കാൻ അറിയാം, കാരണം അത് ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുകയല്ലേ, ഇറങ്ങണമെന്ന് പറയാൻ അറിയത്തില്ല. അങ്ങനൊരു മനുഷ്യൻ
ഉദർന ഹെ ബോൽന നെയ് ആത്ത. ഉദർന എന്ന് പറയാൻ അറിയത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ അവിടെ ചെന്നപ്പോൾ ഒരു വാക്ക് ഹിന്ദി അറിയാത്ത ഒരാൾ വന്നിട്ട് 1.5 വർഷമോ 2 വർഷമോ ആയിട്ടുണ്ടെന്ന് സംശയം. എന്റെ പ്രിയമുള്ളവരെ, 10 പേര് ഇല്ലാത്ത ഒരു സ്ഥലം, ഒരാൾ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇന്നൊരു 150 പേരാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദൈവം ഞങ്ങളെ വളരെ അത്ഭുതകരമായിട്ട് നടത്തി. ദൈവത്തിന്റെ പ്രവർത്തികള് സത്യത്തിൽ നമ്മൾ ഈ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല പണി അത് സുവിശേഷകനെ. കാരണം ഏറ്റവും നല്ല ബോസ്, എല്ലാവർക്കും വേണ്ടത് ഏറ്റവും നല്ല ബോസ്, ഏറ്റവും നല്ല കമ്പനി, ഏറ്റവും നല്ല പ്രതിഫലം, ഏറ്റവും നല്ല റിട്ടയർമെന്റ് പ്ലാൻ. ഇതാ ഏറ്റവും നല്ല ബോസ്, ഇതിലാണ് ഏറ്റവും നല്ല പ്രതിഫലം. എല്ലായിടത്തും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണ്ടേ? ഇതൊരു ആപ്ലിക്കേഷൻ പോലും കൊടുക്കണ്ട. നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായി നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് നമ്മുടെ പക്കൽ എത്തിച്ചു തരുന്ന ബോസ്. റിട്ടയർമെന്റ് പ്ലാൻ ഇതിനകത്തില്ല, കാരണം ഇതിനകത്ത് റിട്ടയർമെന്റ് ഇല്ല. എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ തുമാരാ മൻ വ്യാകുൽ നാ ഹോ, मैं आकर तुमको मेरा पास आऊंगा तो मेरा साथ रहेगा. നിങ്ങളുടെ പണി കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിങ്ങളെ എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടിരിക്കും, നിങ്ങൾ എന്നോടൊപ്പായിരിക്കും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഈ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊരു വലിയ സ്നേഹമാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നോട് പറയാം, ഞാൻ ചോദിച്ചു, ഈശോ കർത്താവിനെ സ്വീകരിച്ചു. പറഞ്ഞു, ഞാൻ കർത്താവിനെ സ്വീകരിച്ചപ്പോ എന്റെ മോൻ എന്റെ കൈ തല്ലി ഓടിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്തു? യേശുവിനെ അറിഞ്ഞിട്ട് 1.5 വർഷം മറ്റുമായിട്ടു. നിങ്ങൾ എന്ത് ചെയ്തു? ഞാനെന്തോ ചെയ്യാനാ, പ്രാർത്ഥിച്ചൊരു കമ്പ് വെച്ചാൽ കെട്ടി. ഞാൻ കാണുമ്പോൾ കൈക്ക് ഒരു കുഴപ്പമില്ല, കർത്താവ് സൗഖ്യമാണ്. ഞാൻ എങ്ങനെ ജീവിക്കുന്നേ? മോനൊന്നും തരുന്നില്ലല്ലോ. എനിക്ക് 400 രൂപ വിധവാ പെൻഷൻ കിട്ടും, 5 കിലോ അരി കിട്ടും. അവര് പറയാ 400 രൂപയും 5 കിലോ അരിയും യേശു എനിക്കത് മതി, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഒരു കർത്താവിനെ സേവിക്കാൻ ഭാഗ്യം കിട്ടിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ആസാദി ടിവിയില് കാണുന്നവർക്ക്, കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ സാറേ, ഈ യേശുവിനെ സേവിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു വാചകമാണ് സാറേ, ദൈവവചനം പ്രസംഗിക്കാനും ശുശ്രൂഷിക്കാനും കിട്ടിയ ഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യമാണ്. സാറും അത് തന്നെയാണ് പറഞ്ഞത്. സാറേ, ഞാൻ സമയമുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സാറിൻ്റെ മിഷൻ ഫീൽഡ് അനുഭവങ്ങൾ കൂടെ കേട്ടാൽ അനുഗ്രഹമായിരിക്കും. കാരണം പല സമയങ്ങളിൽ ദൈവത്തിൻ്റെ മിറക്കിൾസ് ഫീൽഡിൽ കണ്ടിട്ടുണ്ട്. ചെറിയ കാര്യമല്ല മിഷൻ ഫീൽഡിൽ ഇത്രയും വലിയൊരു പ്രോഗ്രസ് ദൈവം തന്നത്. 7 പേരെ ആദ്യത്തെ 7 വർഷം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ, എന്നാൽ ദൈവം മിഷനെ വർദ്ധിപ്പിച്ച് വളർത്തി. ചലഞ്ചസ് ഉണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ്റെ അനുഭവം ഉണ്ടാകാം, പ്രൊവിഷൻ്റെ അനുഭവം ഉണ്ടാകാം. അതൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കത് അനുഗ്രഹമായിരിക്കും. അങ്ങനെയുള്ള മിറക്കിൾസ് ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തതും പ്രൊവൈഡ് ചെയ്തതും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. ഞാൻ ഈ 7 പേരോട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ അന്ന് ഒരൊറ്റ ഓട്ടം ഓടിയെന്ന് ഞാൻ പറഞ്ഞു, അടികൊണ്ട്. ഇവരെന്നോട് പുറകിൽ നിന്ന് പറഞ്ഞു, ഭാഗോ ഇതർ കബീനഹിയ, ഓടിക്കോ, ഇനി ഇവിടെ ഒരിക്കലും വരരുത്. പക്ഷെ ഭയങ്കര രസകരമാണ് കർത്താവിന്റെ കാര്യങ്ങൾ. എവിടെ ഞാൻ തല്ലുകൊണ്ടോ അവിടെ പോയി ഒരു 400-500 പേരോളം വരുന്ന ഒരു ചർച്ച്. അന്ന് ഞങ്ങൾ തല്ലുകൊള്ളുമ്പോ അവിടെ ഒരാൾ പോലും ഇല്ല. ആ ചർച്ച് ഡെഡിക്കേറ്റ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു.
ഈ തല്ല് കൊണ്ട് കഴിഞ്ഞപ്പോ ഭയങ്കര തിരക്കായി. ചിലർ ഈ എന്റെ അമ്മയോട് ചിലർ പറയും, ടീച്ചർ അന്ന് എന്നെ തല്ലിയത് നന്നായി, ഞാൻ നന്നായെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഇവർ എന്നെ തല്ലിയതോടുകൂടെ ഈ നമ്മളെ നാടൻ ഭാഷ ലെവല് മാറി എന്ന് പറഞ്ഞ പോലെ പിന്നെ ഓട്ടോടെ ഇവരെന്നോട് പറഞ്ഞു ഓടിച്ചോളാൻ പറഞ്ഞു, കർത്താവും പറഞ്ഞു ഓടിച്ചോളാൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും മോശം റോഡുകളിലൂടെ ഞങ്ങൾ ഓടി. ഞങ്ങൾ 10 പേരേ ഉള്ളൂ അന്ന്. 38 ജില്ലകളിലൂടെ ഓടി, അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഓടി. ഞാൻ ഈ പറയുന്നത് ദൈവനാമഹത്വത്തിന് വേണ്ടി പറയാം. എതിലെയൊക്കെ ഓടിയോ അവിടെയെല്ലാം സഭകളുണ്ടായി. 100 ആത്മാർ. എനിക്ക് ഈ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോണമെന്നറിയത്തില്ല. അതുപോലെ ദൈവം ലോകത്തിലെ ഏറ്റവും മോശം റോഡുകളെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും നല്ല റോഡുകളാക്കി ദൈവം മാറ്റി. പിന്നെ സാറേ ഇപ്പൊ വന്ന് ചില റോഡുകളിലൂടെ പോയാൽ പറയൂ, ഇത് ഞങ്ങളുടെ ഇവിടത്തെക്കാട്ടി നല്ല റോഡാണല്ലോ എന്ന് പറയും. അതുപോലെ നല്ല റോഡുകൾ ദൈവം. ധാരാളം വിശ്വാസികൾ. പണ്ട് ഞാൻ 3 മാസത്തിലൊരിക്കൽ എല്ലാ ചർച്ചിലും പോകാറുണ്ട്. ഇന്ന് എനിക്ക് ഒരു റൗണ്ട് എടുക്കണമെങ്കിൽ 7 വർഷം വേണം. 7 വർഷം. 3 ചർച്ചിനെ, 7 ചർച്ചിനെ, 10 ചർച്ചിനെ ഒരു 3500, 4000, 5000 കൂട്ടായ്മകളായി ദൈവം വർദ്ധിപ്പിച്ചു. ഒരൊറ്റ ജില്ലയിൽ മാത്രം 2 ജില്ലയിൽ 10 ഏറ്റവും വലിയ കൂട്ടായ്മയിൽ 2 കഴിഞ്ഞ ദിവസം ഞാൻ റാന്നിയിലുണ്ടായിരുന്നു. പാസ്റ്ററെ പിന്നെ സാറിന്റെ സ്ഥലത്തുണ്ടായിരുന്നു, റോയിച്ചായന്റെ ചർച്ചിൽ. അവിടെ ഒരു ഷിജി പാസ്റ്റർ വന്നു. ഷിജി പാസ്റ്റർ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ചർച്ച്. ഞാൻ ഷിജി പാസ്റ്ററിനോട് ചോദിച്ചു, ഷിജി പാസ്റ്ററെ ആ ചർച്ചിൽ എത്ര പേരുണ്ടായിരുന്നെന്ന് ചോദിച്ചു. പുള്ളി ഇങ്ങനെ കൈ കാണിച്ചു, 2. ഞങ്ങളുടെ ഏറ്റവും വലിയ ചർച്ച് 2 പേരാ ഉള്ളത്. 7-8 വർഷം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞു ഇവിടെ ഞങ്ങൾ ഒരു കുറച്ചു പേരെ വിളിച്ചു ഒരു മീറ്റിംഗ്. അന്ന് എല്ലാരെയും കൂടെ വിളിച്ച 10 പേരെ വരും. ഈയിടെ കുറച്ചു പേരെ വിളിച്ചു. അപ്പൊ ഡൽഹിയിലുള്ള ചാണ്ടി പാസ്റ്റർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ഹാൾ എടുത്തു. 5000 സീറ്റ് ഉണ്ട് അതിനകത്ത്. നമ്മുടെ അടുത്തുള്ള കുറച്ച് വിശ്വാസികളെ വരാമെന്ന് പറഞ്ഞു. 5000 പേർക്ക് ഇരിക്കാവുന്ന ഹാളിൽ 8000 പേര് വന്നിരുന്നു. 7 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി. അവരുടെ കാലം കാശില്ല. പക്ഷെ അവരൊരു 25 ലക്ഷം രൂപയെങ്കിലും മുടക്കി കാണും. 8000 പേര് വണ്ടി വിളിച്ചു വരികയാണെങ്കിൽ പൈസയാവുമല്ലോ. നമ്മൾ 1 രൂപ പോലും കൊടുത്തില്ല, ഒരു പൂരി പോലും കൊടുത്തില്ല, ഒരു സമോസ പോലും കൊടുത്തില്ല. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാത്രി 12 മണിക്കൊക്കെ ഇവരുടെ പക്കലുള്ള പണമിട്ട് 15000. നളന്ദ ജില്ലയിൽ നിന്നും മാത്രം 21 ബസ്സുകളിൽ ആള് വന്നു. ഇതിൽ ഒരാൾ പോലും ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരല്ല. ഇവരെ ആരെയും മനുഷ്യനൊന്നും ചെയ്തതല്ല, ദൈവം അവരുടെ മനസ്സു മാറ്റി. ഞങ്ങള് വന്ന അടി കൊണ്ട് ഓടി. ദൈവം പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു. ഓടിയിടത്തെല്ലാം കൂട്ടായ്മകളായി. ഞാനും പ്രീതിയും കൂടെ ഒരിടത്ത് പോയി. ഇങ്ങനെ അന്ന് അതിന് തലേതാഴ്ചയിലോ ഭയങ്കര അടി നടന്നു. ആ പാസ്റ്റർ പറഞ്ഞു, അച്ചായ എൻ്റെ കൂടെ ഈ ആഴ്ച വയ്യായ എൻ്റെ കൂടെ കൂടാമോ? ഞങ്ങൾ കൂടാമെന്ന് പറഞ്ഞു. ഒരു പഴയ ബിൽഡിങ്ങിന്റെ മേളിൽ. ഞാൻ ഓർക്കും, ദൈവമേ, നമ്മൾ ദൈവമക്കൾക്ക് എന്ത് തീഷ്ണത വേണം. ഉടുമ്പ് കയറുന്നത് പോലെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് പ്രീതി വെളിയിലോട്ട് നോക്കിയപ്പം ഒരു 10-100 പേര് ഞങ്ങളിരിക്കുന്ന സ്ഥലം വളഞ്ഞിരിക്കുക. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾ മേലിലോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഗേറ്റ് അടച്ചിരിക്കുക. ഞാൻ നോക്കിയപ്പോ ദൈവം, ഇതിന്റെ 10-1 തീഷ്ണത നമുക്കുണ്ടായിരുന്നെങ്കിൽ
ഒരു ഒരു സ്റ്റെപ്പും ഇല്ല, ഒന്നുമില്ല. ഇവര് ഭിത്തിയെ കൂടെ വലിഞ്ഞു വലിഞ്ഞ് കയറിയേക്കുക. എന്തിനു വേണ്ടിയാ? നമ്മളെ അടിച്ചു കൊല്ലാൻ. ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു, പ്രീതി കൂടെയുണ്ട്. എന്റെ തൊട്ടടുത്ത ഒരാൾ വന്നു. അവിടുത്തെ പാസ്റ്റർ അദ്ദേഹത്തിന് ചെയ്യാവുന്നതൊക്കെ ചെയ്തപ്പോൾ അവിടെ വന്ന് അവര് ഞങ്ങള് എങ്ങനെയോ ഞങ്ങൾ SP വിളിച്ചു. SP അവിടെ വന്നു. 2 മണിക്കൂറുകളോ മറ്റോ കഴിഞ്ഞു. ഒരു വർഷത്തിൽ ഒരു 50 ക്രൂസൈഡ് നടത്തുവാൻ. എവിടെ ക്രൂസൈഡ് നടത്തുന്നത്? ഒരു വിശ്വാസി പോലും ഇല്ലാത്തവർ. 1000 ഫിലിം ഷോ നടത്തുമായിരുന്നു. 1000 ഫിലിം ഷോ. ക്രൂസൈഡ് നടത്താൻ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല. അടി കൊണ്ടാക്കുന്നു. ഒരു മനുഷ്യൻ ഞാൻ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നതിന് ഓടി വരിക, എന്നോട് പറഞ്ഞു ഇതറാവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രുക്കിയെന്ന് പറഞ്ഞു. ധൈര്യം സംഭവിച്ച് രുക്കിയെന്ന് പറഞ്ഞു. അയാൾ ഓടി വന്നിട്ട് കോളറിന് എടുത്ത് പിടിച്ചു. ഞാൻ റെഡിയായി നിൽക്കുക അടി കൊള്ളാൻ. കോളറിന് ഒരാൾ പിടിച്ചാൽ പിന്നെന്തോ അടുത്ത അടിയല്ലേ. ഞാനിങ്ങനെ അടി കൊള്ളാൻ നിൽക്കുമ്പോ ഈ പുള്ളി എന്ത് ചെയ്തു? കോളറേന്ന് വിട്ടു, ഒറ്റപ്പോക്ക്. ഞാൻ വിയർത്തായി, ഇതെന്താ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോയത്? എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഐ വിൽ ബി എ വാൾ ഓഫ് ഫയർ അറൗണ്ട് ഇറ്റ്. ഞാൻ അതിനു ചുറ്റും ഒരു തീ മതിലായിരിക്കും. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 2:5. എത്ര സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള ദൈവത്തിന്റെ അത്ഭുതം. ഒരിടത്ത് നമ്മുടെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നു, പുതിയ സ്ഥലം. അവര് നമ്മുടെ സാധനങ്ങളും മൈക്ക് സിസ്റ്റം എല്ലാം കൂടെ എടുത്തോണ്ട് പോയി. അവിടുത്തെ SP വന്നു. SP നമുക്കറിയത്തില്ല. നമ്മൾ പലപ്പോഴും ഓർക്കും, അയ്യോ നമുക്കൊരു SP ഉണ്ടായിരുന്നെങ്കിൽ. നമുക്ക് SP വേണ്ട, നമുക്ക് ദൈവം മതി. ഈ SP വന്നിട്ട് നമ്മളോട് പറയാ, നമ്മുടെ ആൾക്കാരോട് പറയാ, നിങ്ങളെ അടിക്കാനും പിടിക്കാനും ഒക്കെ ഇവര് നോക്കുക, ഞാനൊന്ന് നോക്കട്ടെ. അദ്ദേഹം അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, എടോ നിങ്ങളോട് ഇവര് പറഞ്ഞോ? വല്ലതും നിർബന്ധിച്ചെന്തെങ്കിലും ചെയ്തോ നിങ്ങളെ? ഇല്ലല്ലോ. നിങ്ങളോട് കള്ളു കുടിക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. കൈനി അടിക്കാൻ പറഞ്ഞോ? വെറ്റില മുറുക്കാൻ പറഞ്ഞോ? ചീത്ത പറയാൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് വഴക്കുണ്ടാക്കിയോ? ഇവരുടെ ദൈവത്തെ പറ്റി പറഞ്ഞു. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇവരുടെ സാധനം കൊടുക്കുന്നോ? നമുക്ക് വേണ്ടി SP 2-2.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യും. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ സാധനം മുഴുവൻ പാക്ക് ചെയ്തോളണം. നമ്മൾ പാക്ക് ചെയ്യുന്നിടം വരെ അവിടെ നമുക്ക് അദ്ദേഹം ഹൈവേ വരെ എസ്കോർട്ട് തന്ന് നമ്മളെ അദ്ദേഹം ഊപ്പർ പകടേത്തോ. നമുക്ക് മേളിൽ ഒരു പിടി ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ ഈ ലോകത്തിലെ എല്ലാറ്റിനേക്കാൾ. മുഖ്യമന്ത്രിയോട് സുവിശേഷം പറയണമെന്ന് ആഗ്രഹം ദൈവം തന്നു. പ്രാർത്ഥിച്ചു. ഒരു കത്ത് അവിടെ കൊണ്ട് കൊടുത്തു. ഒരു കത്ത് കൊടുത്താൽ എന്നാ മുഖ്യമന്ത്രി നമ്മളെ വിളിക്കൂ? എനിക്കൊരു കോൾ വരിക. ഞങ്ങളിങ്ങനെ ക്രിസ്മസ് ആകുമ്പോഴത്തേന് എല്ലായിടത്തും പോയി സുവിശേഷം പറയും. ഒരു കോൾ ഇങ്ങനെ വരിക, CM ഓഫീസിൽ നിന്ന്. എനിക്ക് ആകെ അറിയാവുന്ന CM കോമൺ മാനാണ്. CM കോമൺ മാൻ. പക്ഷെ ഇത് കോമൺ മാൻ അല്ല, ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്ററുടെ സെക്രട്ടറിയാ. നിങ്ങൾക്ക് CM-നെ കാണണോ? നമ്മൾ കാണണം. എന്റെ പ്രിയമുള്ളവരെ, അത്ഭുതം നടന്നു. അന്ന് നമ്മളവിടെ എത്തുക. പക്ഷെ അതിനു മുമ്പ് വേറൊരു അത്ഭുതം നടന്നു. സുവിശേഷത്തെ എതിർക്കുന്നവർ വരാൻ പോവാ ഇലക്ഷനെ. അതെല്ലാവരും പറഞ്ഞു. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. എല്ലാവരും അതിന് തയ്യാറായിരിക്കുമ്പോ ഞാന് മനസ്സിലിങ്ങനെ വേദനിച്ചിരിക്കുമ്പോ ഞാനൊരു കടയിൽ നിൽക്കുന്നേ അവർ പറഞ്ഞു, ഇത്തവണ വരെ വരത്തുള്ളൂ. എന്നോട് ദൈവാത്മ പറഞ്ഞു, മോനെ നീ ഇത് കേൾക്കണ്ട, നീ പോയി വീട്ടിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കും. 4 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഇലക്ഷൻ 5 ദിവസം നടന്നു. 5 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഇലക്ഷന്റെ റിസൾട്ട് വരിക. 10:30 റിസൾട്ട് കേൾക്കുമ്പോ എന്താ? വിരോധികൾ വരിക. വിരോധികൾ ജയിച്ചു. ഭയങ്കര പടക്കം പൊട്ടീരായി, ലഡു വിതരണമായി, ആരായിരിക്കും മുഖ്യമന്ത്രി ചർച്ചയായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അങ്ങ് പറഞ്ഞിട്ട് 9 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഒരു വോട്ട് ചെയ്യണേ. ഇലക്ഷൻ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴായി പറയുന്നേ, ഒരു വോട്ട് ചെയ്യണേ.
എന്റെ പ്രിയമുള്ളവരെ, 4:30 മണിയായപ്പോ രാവിലെ ജയിച്ചവര് തോറ്റു, രാവിലെ തോറ്റവര് ജയിച്ചു. മരണത്തിന്റെയും ജീവന്റെയും താക്കോലുള്ളത് നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിൽ. നെബൂഖദ്നേസർ രാജാവിനോട് പറഞ്ഞു, നെബൂഖദ്നേസർ രാജാവിനോട് ദാനിയേൽ പറഞ്ഞു, നിങ്ങളുടെ സിംഹാസനം വീഴും രാജാവേ, ഒരിക്കലും വീഴാത്ത സിംഹാസനം എന്റെ ദൈവത്തിന്റെ സിംഹാസനം. നമുക്ക് ഈ ലോകത്തെ ശക്തികളെ അല്ല, നമുക്ക് ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. അതെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്നോട് കർത്താവ് പറഞ്ഞു, പണം ഉണ്ടാക്കുന്ന ഒരു പണിയും ചെയ്യരുത്, സുവിശേഷം മാത്രം പറയുക. ഇത്രയും നാള് പറഞ്ഞിട്ട് നന്നായിട്ട് അടി കൊണ്ടെന്ന് ഒറ്റ തവണയാണ്. ദൈവം നമ്മളെ സൂക്ഷിച്ചു. ഇനി തല്ലുകൊണ്ടെങ്കിൽ മരിച്ചാലും തല്ലുകൊണ്ടെങ്കിൽ ചത്താലും നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് എനിക്ക് അത് എത്ര ചുത്തമാണ്. ഞങ്ങൾ സൗദി ജോലി ചെയ്യുമ്പം തമ്മി കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തോ എത്ര ശമ്പളം ഉണ്ടെന്നല്ല. ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാ, എപ്പോഴാ വീട്ടിൽ പോകുന്നത്? അല്ലേ? എടാ, ഇവിടെ ഫുൾ AC, എയർ കണ്ടീഷൻ. ഞാൻ കഴിക്കുന്ന ഭക്ഷണം അവിടുത്തെ യൂറോപ്യൻ മെസ്സിലായിരുന്നു. നല്ല ബാർബിക്യൂ, അത് ഇത് എല്ലാം കിട്ടും. പക്ഷെ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തോ, എപ്പോഴാ വീട്ടിൽ പോകുന്നേ? വീട്ടിലല്ലേ നമുക്ക് പോകണ്ടേ? എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 26 വർഷം ഇവിടെ കർത്താവിന്റെ വേല ചെയ്തെന്നുള്ളതാണ്. വലിയ കാര്യമൊന്നും നടന്നില്ല. ഈ പകുതി വായിക്കാൻ അറിയാവുന്ന ആളുകളോട് സുവിശേഷം പറഞ്ഞെന്നല്ലാതെ വേറൊന്നും നടന്നില്ല. പക്ഷെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ ദൈവം ഭാഗ്യം നൽകി എന്നുള്ളത്. ഒരിക്കൽ ഞാൻ കർത്താവ്, ഞങ്ങൾക്കൊരു 100 സ്കൂൾ തുടങ്ങണം. 100 സ്കൂള് ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ചുമ്മാതെ അങ്ങ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ദർശനത്തോടു കൂടെ അങ്ങ് പ്രാർത്ഥിക്കണം. അതായത് എന്റെ കയ്യിൽ ഇരിക്കുന്ന കാശും കൊണ്ടൊന്നും ഞാൻ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് 1 രൂപ പോലും ബാങ്കിൽ നിന്ന് എടുത്തിട്ടുമില്ല. എന്റേതായിട്ട് 1 രൂപ ബാങ്കിൽ ഇട്ടിട്ടുമില്ല. ഇട്ടാലല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിലെ നമ്മുടെ പഠിത്തമോ, ഞാൻ ഇത്രയും പഠിച്ചല്ലോ, ഞാൻ ആരോടായി പ്രസംഗിക്കുന്നേ? കഷ്ടിച്ചെഴുത്തും വായന അറിയാവുന്നവരോടായി പ്രസംഗിക്കും. ദൈവത്തിന്റെ പദ്ധതി അത് നടക്കും. നമ്മളെ ദൈവം ഉപയോഗിക്കും. 100 സ്കൂൾ നടക്കുന്നു ആഗ്രഹിച്ചു. ഇന്ന് നമ്മൾ 170 സ്ഥലങ്ങളിൽ സ്കൂൾ നടത്തുക. ഞങ്ങളുടെ സ്കൂൾ നടത്തുന്ന ഒരാള് ജപ്പാൻ കമ്പനി ജോലി ചെയ്ത ഷൈജു പൂർണിയൻ, അവന്റെ വൈഫ് ബ്യൂല, PhD MPhil മാത്തമാറ്റിക്സ്. തിരുവല്ലക്കാരി നിസി സിസ്റ്റർ, അവിടെയാണെങ്കിൽ കോളേജില് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു കമ്പ്യൂട്ടർ സയൻസ് ബോംബെയിൽ പഠിച്ച അമിത് വിശ്വാസത്തിലായി. വിശ്വാസത്തിലായത് എങ്ങനെയാണെന്നറിയാമോ? അമിത് പൂരായി ചെന്ന് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനിരുന്നപ്പം അവന് എന്തോ ഒരു പ്രശ്നം. അപ്പൊ അവന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു മജിസ്ട്രേറ്റിന്റെ മോൻ. അവൻ വിശ്വാസി വന്നു. അവൻ ഇവനെയും കൊണ്ടൊരു പ്രാർത്ഥനയ്ക്ക് പോയി. അവൻ ഇങ്ങനെ പുറകെ നിൽക്കുക. ഇത് എന്തോ വന്നൊന്നും അവനറിയത്തില്ല, സമയം എണ്ണം കൊണ്ട് പോയെന്നേ. അവൻ അവിടെ ചെന്നപ്പോ ഒരു കാര്യം കാണുക. ഇവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇവരുടെ പ്രാർത്ഥന കണ്ടപ്പോ ഇവനൊന്ന് കമ്പയർ ചെയ്യും. ഇവൻ പറഞ്ഞത്, ഞാനും പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടല്ലോ, പക്ഷെ ഞാൻ അവിടെ ഇങ്ങനെ ഭയങ്കര തക്കി ഭയങ്കര ഇടിച്ച് തള്ളി അങ്ങോട്ട് കയറി എനിക്ക് ചെയ്യാനുള്ളോ ചെയ്ത് അങ്ങ് പോവുക. പക്ഷെ ഇവരങ്ങനല്ലല്ലോ. ഇവര് പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ഒരാളോടാണല്ലോ. ഇവരുടെ ഈ നിപ്പും ഭാവവും ജീവനുള്ള ഒരാളുമായിട്ട് ഇവര് സംസാരിക്കുന്നതായിട്ടാണല്ലോ ഞാൻ കാണുന്നേ. ഇവൻ പറഞ്ഞു, ഒരു ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. അവന്റെ വീട്ടിൽ 20 ട്രക്കുണ്ട്. ഞങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോ ആ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവനായി. അവന്റെ അപ്പൻ പറഞ്ഞു, ഒന്നുകിൽ നിന്റെ ദൈവം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറയുന്നത് ചെയ്യണം. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാന് ഇങ്ങനെ അപ്പൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, വരാൻ പറഞ്ഞു. 2.5 മാസം ഞങ്ങളുടെ വീട്ടുകാരൻ ചോദിച്ചു, ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ ചോദിച്ചു, ഇതെന്നാ അലക്കുകാരന്റെ വീടോ? കാണുന്നവരെല്ലാം വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക. പക്ഷെ അവര് നമ്മുടെ വീട്ടിൽ. അപ്പനൊരു ചോദ്യം ചോദിച്ചു ഇവനോട്, എടാ, നിന്റെ ദൈവം നിന്റെ വയറ് നിറയ്ക്കുവോ? ഒരു ചെറിയ ബ്രീഫ് കേസുമായി 20
ലോറിയുള്ള അപ്പന്റെ മകൻ ഇറങ്ങി ഭാര്യയുമായി. പക്ഷെ ദൈവം ചെയ്തത് പ്രിയമുള്ളവരെ കേൾക്കണോ? എൻ്റെ ഒരു കൂട്ടുകാരൻ, ആരോ, എനിക്ക് കൂട്ടുകാരനൊന്നുമല്ല, ആരോ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, ഞങ്ങൾക്കൊരു കുഞ്ഞുങ്ങളെ ഒന്ന് സഹായിക്കണം, ഒരു 10-20 കുഞ്ഞുങ്ങളെ. അപ്പൊ ഞാൻ അമിത്തിനോട് ചോദിച്ചു, അമിത്തെ, അതിന് ഉത്തരവാദിത്വം നിനക്കെടുക്കാമോ? അപ്പൊ ഞാൻ തമാശായിട്ട് പറയും, അപ്പൻ ചോദിച്ചു, നിന്റെ വയറ് നിറയ്ക്കുമോ ദൈവം? ദൈവം കാണിച്ചു കൊടുത്തു, അമിത്തെ, നിന്റെ വലിയ വയറും നിന്റെ കൂടെയുള്ള 30 കുഞ്ഞുങ്ങളെ ചെറിയ വയറും നിറയ്ക്കാൻ എനിക്ക് കഴിയും. ആ അമിത്ത് നമ്മുടെ ഒരു സ്കൂളിന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ അനേകരെ കർത്താവ് വേലയ്ക്ക് വേണ്ടി. ദുബൈ ജോലി ചെയ്യുന്ന സജീവും ഷീബയും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ്, തിരുവല്ലക്കാരൻ. വൈഫ് അവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ജോലിയായിരുന്നു. 18 വർഷമായി അവർ ഇന്ന് വരെ. അതിനുശേഷം ദുബൈയിലായിരുന്നു, അങ്ങോട്ട് പോയിട്ടില്ല, ഒരിടത്തും പോയിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഞാൻ എപ്പോഴും ഈ കെട്ടിടത്തിനൊക്കെ എതിരാണ്. എതിരെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഫണ്ട് പിരിവ്, അതിനുവേണ്ടി അതൊരു പ്രധാന ഉദ്ദേശമാക്കി നോ. നമ്മൾ ആത്മാക്കളുടെ പുറകെ ഓടുക, ബാക്കിയെല്ലാം ദൈവം ചെയ്യും. ആത്മാക്കളെ നമ്മൾ നേടുക, അതിന് വേണ്ടതൊക്കെ ദൈവം ചെയ്തു. ആത്മാക്കളായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരു മനുഷ്യൻ ഇവിടെ വന്നു, എനിക്കറിയത്തില്ല അദ്ദേഹം, വന്നിട്ട് എന്നോട് വീട്ടിൽ പോയിട്ട് ചോദിക്കുക, എബി, അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ സ്കൂളും ഒരു ട്രെയിനിങ് സെന്ററും ഒക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇവരുള്ള സ്ഥലം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സ്ഥലമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് തുടങ്ങാം. അദ്ദേഹം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. എനിക്കൊരു കത്തെഴുതി, എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട്, അതൊന്ന് വിൽക്കണം. സ്ഥലം മേടിക്കാൻ വേണ്ടിയല്ല, വിൽക്കാൻ വേണ്ടി. അവർക്കൊരു വീട് പണിയാനല്ല, അവർക്കറിയാത്ത ഒരു സ്ഥലത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സുവിശേഷം പഠിപ്പിക്കാൻ വേണ്ടി അത് വിറ്റു. പറഞ്ഞു, വില കുറച്ച് വിറ്റു. അത് പറയാൻ കൊണ്ട് കഴിഞ്ഞപ്പോ ഇവര് പറയാ, ഞങ്ങളുടെ ഇനി അത് നടത്താൻ പൈസ ഇല്ലല്ലോ. ഇതാരും എനിക്ക് വേണ്ടി ചെയ്തതല്ലേ ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയാ, ഒന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ വീട് വിൽക്കാൻ പ്രാർത്ഥിക്കണമെന്ന്. ദൈവമേ, ഞാൻ വിചാരിച്ചു ഇവിടെ ഞങ്ങൾ എങ്ങനെ 2ാമത്തെ 3ാമത്തെ വീട് മേടിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോ ഇയാള് പറയാ, ഉള്ള വീടൊന്ന് വിൽക്കാൻ പ്രാർത്ഥിക്കണേ. ഞാൻ എന്തോ പറയണ്ടേ? താൻ താമസിച്ചുകൊണ്ടിരുന്ന വീട് വിറ്റു. ഞാൻ പറഞ്ഞു, എന്റെ ബ്രദറെ, ഇതൊക്കെ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്ത്, ഞാൻ എന്തോ പറയാനാ? അദ്ദേഹം എന്നോട് പറയാ, ഒന്നും പറയണ്ട, ഇതൊക്കെ ദൈവം ചെയ്യുന്ന ഭാഗ്യമാണ്. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, കർത്താവിന് വേലയ്ക്ക് വേണ്ടി അവര് തിരുവല്ലായിലെ വാരിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ജോലി വിട്ട് വന്നപ്പോ അവരുടെ അപ്പൻ പറഞ്ഞു, നിനക്ക് പ്രാന്താണോടാ? ഈ കുഞ്ഞുങ്ങളെ നീ എങ്ങനെ വളർത്തോടാ? ഇന്ന് അവരുടെ മൂത്ത മകൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക, അവരുടെ ഇളയ മകൻ റോബോട്ടിക്സിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു ജോലി ചെയ്യുക. അവര് പറയാ, ഞങ്ങൾ ജോലി ചെയ്തിരുന്നെങ്കിൽ ഒരു നല്ല വീട് വെക്കാൻ അനേക വർഷങ്ങൾ വേണ്ടി വന്നേനെ. ഇവര് കർത്താവിന്റെ വേലയ്ക്ക് വന്നപ്പോ ഇവരുടെ പെങ്ങള്, ഒരിടത്ത് ജോലി ചെയ്യുന്ന ഒരു പെങ്ങള് വിളിച്ചിട്ട് പറയാ, എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടി ഒരു നല്ല വീട് വെക്കണം. ഈ സജീവർ പറയാ, ഞങ്ങൾ പണം ഉണ്ടാക്കി വീട് വെച്ചിരുന്നെങ്കിൽ എത്രയോ വർഷങ്ങൾ വേണ്ടി വന്നേനെ. എൻ്റെ പെങ്ങളൊരു വീട് വെച്ചു. അപ്പച്ചനും അമ്മച്ചിയും കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിച്ചു. ഇന്ന് സജീവറും സിസ്റ്ററും വർഷത്തിൽ 1-2 തവണ നാട്ടിൽ പോകുന്നത് ഉപയോഗിക്കുക. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ. ഇന്ന് സത്യം പറഞ്ഞാൽ അന്ന് 10 പേര്, ഇന്നൊരു 10,000-2000 പേര് കർത്താവിന്റെ വേല നമ്മളോടൊന്ന് ചെയ്യുന്നത് കാണാൻ കർത്താവ് ഭാഗ്യം. ഞാൻ പറയും, ഞങ്ങളുടെ സംഘടനയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന. ശമ്പളം കൊടുക്കാത്ത ഏറ്റവും വലിയ സംഘടന. ശമ്പളം ഇല്ല. ആളുകൾ പറയും, പണം മതി, പണി മതി, പണി തരാമോ? ഞങ്ങൾ പറയും, പണി തരാം, പണമില്ല. പക്ഷെ ആരും പട്ടിണി കിടക്കുന്നില്ല. തക്ക സമയങ്ങളിൽ
ദൈവം എല്ലാവരെയും അത്ഭുതകരമായിട്ട് നടത്തിക്കൊണ്ട്. ദൈവനാമത്തിനൊരു കാര്യം പറയാം. ഞങ്ങൾ ഒരു ഫിലിം ഷോ നടത്തിക്കൊണ്ടിരിക്കുക. ഫിലിം ഷോയ്ക്ക് ഒരു വാഹനം പോലും ഇല്ല. അപ്പൊ ഫിലിം ഷോ അന്നൊക്കെയാണ് ഇലക്ട്രിസിറ്റി ഇല്ല. ഇലക്ട്രിസിറ്റി ഇല്ലാത്തപ്പോ ആൾക്കാർ ഇങ്ങനെ കൂടും. 100 പേര് 200 പേര്, ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകളൊക്കെ വരും. പക്ഷെ അടി കിട്ടാൻ എപ്പോഴും സാധ്യതയുണ്ട്. താനും 1000 ഫിലിം ഷോ വരെ അങ്ങ് നടത്തുമായിരുന്നു. പക്ഷെ അന്നേരം ഒരു ഫിലിം യൂണിറ്റോ ഒന്നോ രണ്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വിഷമിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ 45,000 ഗ്രാമങ്ങള് ഈ ഒരു ഫിലിം യൂണിറ്റുമായിട്ട് എന്ന് ഇവിടെ യേശുവിനെ അറിയിക്കും? എന്നോട് ദൈവം പറഞ്ഞു, ദൈവാത്മാവ് പറഞ്ഞു, നീ ഒരു 10 എണ്ണത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കും. എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനോട് പറയാതെ, ഒരു കത്ത് ആർക്കും എഴുതിയാതെ, ഒരു യൂണിറ്റ് ഉള്ളപ്പോ ദൈവം ഇന്ന് നമുക്ക് 20 ഫിലിം യൂണിറ്റുകൾ തന്നിരിക്കുന്നു. 20 ഫിലിം. ഞാൻ ചോദിക്കുകയായിരുന്നു, കർത്താവെ, പലരും പറയും എന്നോട് ദൈവം സംസാരിച്ച വാക്യം ഇതാ. അപ്പൊ ഞാൻ ഇന്ന് ചോദിച്ചു, ഞാൻ ഇന്ന് ഈ ടെസ്റ്റിമണി പറയുമ്പോൾ എന്നെ ദൈവം എപ്പോഴും പ്രചോദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്യം ഏതാ എന്ന് ചിന്തിച്ചാൽ ഏത് വാക്യമാണ് കർത്താവെ? എനിക്ക് ദൈവാത്മ ഒരു വാക്യം നൽകി. സങ്കീർത്തനം 2:8, എന്നോട് ചോദിച്ചു കൊള്ളുക. ഒന്നാമത്തെ കാര്യം അതാ, എന്നോട് നീ ചോദിക്ക. നമ്മൾ ലോകത്തിൽ ഒരു മനുഷ്യനോടും ചോദിക്കേണ്ട കാര്യമില്ല. ഡേ ബൈ ഡേ. ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് ഫോൺ ചെയ്യുക. ഇന്ന് എനിക്ക് 2 ഫോൺ വന്നു. ഒരു BSc നേഴ്സ് കുട്ടി, ഒറ്റ മോള്, നല്ല സ്ഥിതി ജീവിച്ചവള്. അവിടെ ഭർത്താവ് ആറന്മുളക്കാരൻ. അവർ രണ്ടുപേർ കർത്താവിന് വേലയ്ക്ക് വന്ന് കുറച്ച് കുഞ്ഞുങ്ങളെ സഹായിക്കുക. ആ കുഞ്ഞുങ്ങൾക്കൊന്നും സ്കൂളിൽ പോകാൻ സൗകര്യമില്ല. അപ്പോള് ഒരാള് വിളിച്ചിട്ട് പറയാം, ഒരു ബെഹനാൻ സാറ് വിളിച്ചിട്ട് പറയാം, ബ്രദറെ, എനിക്ക് ഒരാഴ്ച എവിടെയെങ്കിലും ഒരു 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 ചെറിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഒന്ന് സഹായിക്കണമെന്നൊരാഗ്രഹം. വേറൊരു അച്ചായൻ, രാജുച്ചായൻ വിളിച്ചിട്ട് പറയാ, ബ്രദറെ, ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളങ്ങ് മറന്നുപോയോ? ഞാനൊന്ന് ഓർപ്പിക്കാൻ വിളിച്ചതാ. സത്യം പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ദൈവം സഹായിച്ചാൽ ഇന്ന് രാവിലത്തെ കാര്യം ഞാൻ പറയുന്നു. ഒരു ഇവാഞ്ചലിസ്റ്റ് വിളിക്കുക, എന്റെ പേര് അരുണെന്നാണ്. എന്തുവാ? എന്റെ 3 കുഞ്ഞുങ്ങളുണ്ട്. ആ 3 കുഞ്ഞുങ്ങളെ ഞാന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ഒരു ഗിഫ്റ്റ് തരണം. അതിനൊന്നും ഒരു ഗൂഗിൾ പേ അയച്ചത്. എൻ്റെ ഒരു പേയും ഇല്ല, GPayയും ഇല്ല. ആകെ ഒറ്റ കാർഡേ ഉള്ളൂ, ആധാർ കാർഡ്. ഡെബിറ്റ് കാർഡും ഇല്ല, ക്രെഡിറ്റ് കാർഡും ഇല്ല, ATM കാർഡും ഇല്ല. ഞാൻ പറഞ്ഞു, എന്റെ കൂട്ടുകാരന്റെ തന്നാ മതിയോ? 1000 രൂപ അവർ അയച്ചു തരിക. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. ഈ കർത്താവിനെ രുചിച്ചറിയാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എത്ര വലിയതാണ്. ഞാൻ ഈ ആസാദ് TVക്ക് വേണ്ടി കർത്താവിനെ സ്തുതിക്കുക. ഇതൊരു വലിയ മിനിസ്ട്രിയാണ്. കാരണം ഇത് എനിക്ക് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം പ്രിയ ഫിന്നി സാറ് ഈ ടെസ്റ്റിമണികൾക്ക് വേണ്ടി ആളുകളെ കണ്ടെത്തി ഇത് നമ്മുടെ അടുക്കൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു സിസ്റ്ററുടെ സാക്ഷ്യം കേട്ടു. എന്താ ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ നമ്മൾ നല്ല ചലഞ്ചുകളിലൂടെ കടന്നു പോകുന്നു. പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതുണ്ട്. അപ്പൊ ആ പെൺകുട്ടി തന്നെ പപ്പായ്ക്ക് പിന്നെ നിരീശ്വരവാദിയ, പാസ്റ്ററുടെ മോളാ നിരീശ്വരവാദിയ. ഒന്ന് ഓർത്തുപോയി. ആ പാസ്റ്ററുടെ സ്ഥിതി എന്താണെന്ന് ഓർത്തുപോയി. ആ കുട്ടിയെ എങ്ങനെ ദൈവം സൗഖ്യമാക്കിയെന്ന് കേട്ടപ്പോ അതൊരു ഭയങ്കര, അപ്പൊ ഇതൊരു ഭയങ്കര ഒരു യൂണിക് മിനിസ്ട്രി. ഞങ്ങളൊരിടത്ത് ചിലപ്പോ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പൊ എന്നോട് പറയാം, ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഒക്കെ സംഘടിപ്പിച്ചു തരാം. ഒരു 7 ലക്ഷം രൂപ ഞാൻ അന്നേരം 7 ലക്ഷം രൂപ ഇലക്ട്രിസിറ്റിക്ക് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, മിണ്ടായിരുന്നപ്പം എന്നാ വേണ്ട 4 ഇതാ. ഞാൻ പറഞ്ഞു, ഇതിന് എന്തെങ്കിലും വല്ല റെസിപ്റ്റോ വല്ലതും ഉണ്ടോ? എന്തിനാ റെസിപ്റ്റ്? കാര്യം നടന്നാ പോരെ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം
പോസ്റ്റ് ഓഫീസിൽ രജിസ്ട്രേഷൻ വേണം. അന്ന് ഈ GPay ഒന്നും ഇല്ലല്ലോ, ഓൺലൈൻ പേയ്മെന്റ് ഇല്ല, 25 വർഷം മുമ്പ്. അപ്പം പോസ്റ്റ് ഓഫീസ് രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോ എന്താ 2000 രൂപ കൈക്കൂലി കൊടുക്കണം. എനിക്ക് ദൈവം ഒരു കൃപ തന്നു, ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പൊ എന്റെ കൂട്ടുകാർ പറഞ്ഞു, എന്റെ പൊന്നെ സാറേ, ബ്രദറെ, ഒരു ആരെങ്കിലും ഇത്ര കാശ് അയച്ചു തരണമെങ്കിൽ ഇത് നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ കിട്ടത്തില്ല, പോസ്റ്റ്മാൻ തരത്തില്ല, അദ്ദേഹം നമ്മുടെ കൈ കൊണ്ട് കാണിച്ചിട്ട് കൊണ്ടുപോകും. ഞാൻ പറയാൻ പറയുള്ളവരെ, നമ്മൾ ആ 2000 രൂപ കൊടുത്തില്ല. പക്ഷെ ദൈവം നമുക്ക് വേണ്ടിയാ ഓൺലൈൻ ബാങ്ക് ഫെസിലിറ്റി തുടങ്ങി. നമ്മൾ ഓർക്കുന്ന ഇതൊക്കെ വേറെ ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ ഇതൊക്കെ. ഇവിടുത്തെ റോഡുകൾ നന്നായി, നമുക്ക് വേണ്ടിയാ. ഈ മീഡിയ, ഈ സൂം ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. ഞങ്ങൾ ഈ സൂമിലൂടെയൊക്കെ ഇന്നിപ്പോ 5000 പേരെയാ പഠിപ്പിക്കുന്നത്, ദൈവജനം പഠിപ്പിക്കുന്നത്. നേരത്തെ ആ 10 പേരെ പഠിപ്പിച്ച സ്ഥാനത്ത് ഇതൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. ഇപ്പം അത് കഴിഞ്ഞപ്പോ എന്റെ പ്രിയമുള്ളവർ എന്ത് സംഭവിച്ചു? ഒരു സഹോദരൻ വീട്ടിൽ വന്നു കേട്ടോ, നമ്മുടെ താമസിക്കുന്നിടത്ത്. അയാൾ പറഞ്ഞു, അപ്പൊ അയാൾ വന്നപ്പോൾ ഒരു ജനറേറ്റർ ഒക്കെ സംഘടിപ്പിച്ചു അവിടെ ഇട്ട്. ഞാൻ ആദ്യമായിട്ട് കാണുക അദ്ദേഹം. രാവിലെ പുള്ളി പറയാ, ബ്രദറെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, എന്താ ബ്രദറെ, കൊതുകുണ്ടായിരുന്നോ? പറഞ്ഞു, അതല്ല ബ്രദറെ, ദൈവം എന്നെ ഉറക്കിയില്ല. ഞാൻ എന്തു പറ്റി? എന്നോട് ദൈവം രാത്രി പറയാ, നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിക്കുള്ള പരിപാടി എന്താന്ന് ചോദിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനൊക്കെ എന്റെ കാര്യം. അദ്ദേഹം പറയാ, അയ്യോ ഇപ്പോഴാ സമാധാനമായ. പുള്ളിക്കാരന് കോൺട്രിബ്യൂഷൻ തന്നു, സോളാർ വെച്ചു. അപ്പോ ഒട്ടും ഇലക്ട്രിസിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ 48 ഡിഗ്രി സെന്റിഗ്രേഡിലാ ഇലക്ട്രിസിറ്റി ഇല്ലാതെ താമസിക്കേണ്ടി വന്നത്. പൈസ കൊടുത്താൽ മതി, 4 ലക്ഷം, 1.5 ലക്ഷം. ഒരു അത്ഭുതം നടന്നു, ഞാൻ പറയാം. ഒരു ഞാനത് ചുരുക്കി പറയാം, ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ഒരു ജൂനിയർ എഞ്ചിനീയറെ വിളിച്ചു. സാറേ, ഞങ്ങൾക്ക് ഈ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത, ഇദ്ദേഹത്തോട് ആരോ ഒരു വലിയ ആള് ശുപാർശ ചെയ്തതുപോലെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങോട്ട് വരാമോ? നമ്മൾ 5 വർഷമായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. അദ്ദേഹം അങ്ങോട്ട് വിളിച്ചു. അപ്പൊ 25,000 രൂപ തന്നാൽ മുറിഞ്ഞു പോയ വയറ് മാറ്റാമെന്ന് പറഞ്ഞപ്പോഴാ പുള്ളി അങ്ങോട്ട് വിളിച്ചു. ഈ വയർ അങ്ങോട്ട് കൊണ്ടുപോയേ. ചുരുക്കി പറഞ്ഞാൽ 7 ലക്ഷം രൂപ ചോദിച്ചിടത്ത് 700 രൂപ പോലും കൊടുക്കാതെ നമ്മുടെ അത്യാവശ്യത്തിനുള്ള ഇലക്ട്രിസിറ്റി കിട്ടാൻ കർത്താവ് സാധിച്ചു. ആ ഇന്ന് നമ്മളെ വീണ്ടും വിളിച്ചേക്കുക, നമ്മുടെ കൂട്ടുകാരനോടെ പോയേക്കുക. പറഞ്ഞു, നിങ്ങൾക്ക് ട്രാൻസ്ഫോർമർ തരാം, നിങ്ങൾ 7 ലക്ഷവും തരണ്ട, നിങ്ങൾ 1 ലക്ഷവും തരണ്ട, നിങ്ങളെ കൃത്യം ഫീസ് മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഗയാ ജില്ലയിൽ പ്രിയമുള്ളവരെ, ഒരു കാത്തലിക് സിസ്റ്റർ ആയിരുന്ന ഒരാള് 1/2 ഏക്കർ സ്ഥലം മേടിച്ചു. ഏറ്റവും കുറഞ്ഞ ഒരു നല്ല വിലയുള്ള സ്ഥലം, ബോധഗയോട് തൊട്ടടുത്ത്. അവരെന്നെ വിളിച്ചിട്ട് പറയാ, എബി, നിങ്ങളുടെ വേലയൊക്കെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്, എനിക്കൊരല്പ സ്ഥലമുണ്ട്, അതൊന്ന് മേടിക്കാമോ? വിലക്കല്ല, ആ പേപ്പർ എന്റെ കയ്യിൽ നിന്ന് മേടിക്കാമോന്ന്. ഞാൻ വിചാരിച്ചു, എന്റെ ദൈവമേ, നമ്മളൊരാടിനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്തൊരു പരിപാടി നടത്തിയാ കൊടുക്കുന്നതില്ലേ. ഈ സ്ത്രീ എങ്ങനായാലും പിന്നെ സാറേ ഇവര് പറയുന്നതനുസരിച്ച് ഒരു 10-70 ലക്ഷം രൂപയുടെ സ്ഥലം കാണും. എന്താ പറയുന്നേ, ഒരു പെൻസിൽ ബോക്സ് തരുന്നത് പോലെ അവരാ സ്ഥലത്തിന്റെ പേപ്പറിന്റെ കയ്യിലോട്ട് തന്നു. ഒരു 2 വർഷം കഴിഞ്ഞപ്പം അവരുടെ 1.5 ഏക്കർ സ്ഥലം 1 രൂപ പോലും നമ്മുടെ നിന്ന് മേടിക്കാതെ ഈ സ്ത്രീ. അതിന്റെ രസം കേട്ടോണേ. ഒരു ബ്രദർ, ഒരു സതീഷ് ബ്രദർ എന്നോട് പറയാ, എവിടെ ഒരു സ്ഥലമുണ്ടോ? അപ്പൊ സ്ഥലമുണ്ട്, ഇവിടെ ഈ സ്ഥലമുണ്ട്, നമുക്ക് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പറയാം, എന്റെ അമ്മ ഒരു ദർശനം കണ്ടിരുന്നു, പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ആ മനുഷ്യൻ അവിടെ അതിനെല്ലാം ഒരു സംവിധാനങ്ങളുണ്ടായി. അയ്യോ,
ഒരു അത്ഭുതമില്ലാത്ത ഒരു ദിവസം. പക്ഷെ ചില സമയങ്ങളിൽ ദൈവം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ജാർഖണ്ഡിലെ ഒരു ദൈവദാസന്, ഞാൻ അവിടോട്ട് ചെന്നപ്പം ആ പെൺകുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പപ്പായിക്ക് ഒരു ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ. അവൾ ഒന്നും ഓർത്ത് പറഞ്ഞതല്ല. 10 പഠിക്കുന്ന ഒരു കുട്ടി 20 വർഷമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുക. 100 കിലോമീറ്റർ സ്കൂട്ടറിൽ പോയി ഞാൻ കാണുമ്പോൾ കാലൊടിഞ്ഞ് കിടക്കുക. എന്നോട് ദൈവാത്മാ പറഞ്ഞു, ഇദ്ദേഹത്തിന് വണ്ടി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ ഈ പൈസ ഉണ്ടായിട്ടല്ല ദൈവം പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ അതിനൊരു വണ്ടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഒരു വണ്ടി അതിന് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു അത് വേണ്ട എനിക്ക്. അപ്പൊ എന്റെ മനസ്സിൽ ഓർത്തു അത് കൊടുക്കാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്നാ അത് വേണ്ടെന്ന് പറഞ്ഞ്. ചുരുക്കി പറഞ്ഞ ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങളുടെ വണ്ടി 2 തവണയും കേടായി. 2 തവണ കേടായപ്പം 2 തവണയും കൂടെ ഒരു 1 ലക്ഷം രൂപ മുടക്കിയപ്പം എനിക്ക് മനസ്സിലായി കാര്യം എന്നാ. മോനെ, നീ ഞാൻ പറഞ്ഞ ഇപ്പത്തെ വണ്ടി കൊടുക്കടാ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് ഒരു വണ്ടി കണ്ടുപിടിച്ചെടുത്ത് പറയാമോ? ഇത്രയും ബഡ്ജറ്റുള്ള ഒരു വണ്ടി, സെക്കൻഡ് ഹാൻഡ്. എന്റെ പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് വണ്ടി കൊടുത്തു. ഞങ്ങളുടെ വണ്ടിയും ശരിയായി. എത്ര അത്ഭുതകരമായി. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാമേ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദൈവം നമ്മളെ ഞങ്ങൾ ഈ പ്രീതിയുടെ ബാങ്കിൽ നിന്ന് കണ്ണാടി തൊട്ട് ഇതിനെല്ലാം പൈസ കൊടുക്കും. കണ്ണാടിക്ക് ഏതാണ്ട് 30,000 രൂപ എങ്ങാണ്ട് കണ്ണാടി മേടിക്കാൻ കൊടുക്കും. എന്തിനാ 30,000 രൂപ? അപ്പൊ ഞാനൊരു കൂളിംഗ് ഗ്ലാസ് മേടിച്ചു. കാരണം അതിനകത്ത് പൈസയുണ്ട്. അത് നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം എന്റെ ബാഗ് വീട്ടിൽ വെച്ചങ്ങ് മറന്നുപോയി. അങ്ങനെ മറക്കുന്നതല്ല, ഇത് മറന്നു പോയല്ലോ എന്ന് ഞാൻ ഓർക്കുകയും എന്നെ ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചു, അതിനകത്ത് നിന്റെ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, മോനെ, നീ ആ കൂളിംഗ് ഗ്ലാസ് അങ്ങനെ വെച്ച് ഷൈൻ ചെയ്യണ്ട കേട്ടോ. ഷൈൻ ചെയ്യാനല്ല, എപ്പോഴെങ്കിലും വേണ്ട, അത് വേണ്ട. ചെറിയ കാര്യം വലിയ കാര്യം. അപ്പൊ നമ്മൾ ഒരു സെൻസിറ്റീവ് ആയിരിക്കും. ചിലത് പോകരുതെന്ന് പറയും, ചിലത് പോകാൻ പറയും. ഇത് നല്ലതാണെന്ന് പറയും, ഇത് മോശമാണെന്ന് പറയും. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുക. അതാ ഇന്ന് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട, പക്ഷെ ഞാൻ നിന്നെ ശിക്ഷ തരാതെ വിടത്തുകയില്ല എന്ന് പറഞ്ഞ, ഐ വിൽ ഡിസിപ്ലിൻ യു, ഐ വിൽ ട്രെയിൻ യു, യു ആർ അക്കൗണ്ടബിൾ. ഈ അങ്ങനെ കർത്താവിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഇങ്ങനെ അനുഭവിച്ചറിയാൻ ഉള്ളൊരു ഭാഗ്യം കർത്താവ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒരിക്കൽ ബോംബെ വന്നു സാറേ. ബോംബെ വന്നപ്പോ എന്റെ പേഴ്സ് കാണാതെ പോയി. അപ്പൊ എന്റെ സകല സാധനം, കാരണം എന്റെ ശമ്പളമില്ല. അപ്പൊ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും പൈസ തന്നാല് അതും ഞാൻ 100% ഓഫീസിൽ കൊടുക്കുക. അപ്പൊ എന്റെ സാധാരണ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ കർത്താവ് തന്നുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളും ഇങ്ങനെ. അപ്പൊ എന്റെ പേഴ്സ് ഇങ്ങനെ പോയി. അതിങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക, കർത്താവെ പേഴ്സ്. അത് ഞാൻ ബോംബെ വന്നപ്പോ അവിടെ ഒരു സനൽ പാസ്റ്റർ ചർച്ച് ഒരു പബ്ലിക് പ്രോഗ്രാമിൽ പ്രസംഗിച്ചു. ഞാൻ സനൽ പാസ്റ്റർ ഒരിക്കലും കണ്ടിട്ടില്ല. അവിടെ പ്രസംഗിച്ച് ഞാനിങ്ങനെ നിൽക്കുന്ന ആ കുട്ടികൾ വന്ന് എനിക്കൊരു ബൊക്കെ തന്നു. ആ ബൊക്കയുടെ കൂടെ ഒരു ചെറിയൊരു കവർ തന്നു. ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചു. അടുത്ത ദിവസം ഞാൻ എന്തുവാ അതൊരു ചെറിയൊരു കവറാണെന്ന് അതെടുത്ത് ഞാൻ നോക്കിയപ്പോ അന്ന് വരെ എനിക്ക് പേഴ്സ് ഉണ്ട്, പക്ഷെ എന്റെ പേരെഴുതിയ പേഴ്സ് ഇല്ല. എന്റെ പേരെഴുതിയൊരു പേഴ്സ് അന്നത്തെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. അപ്പൊ എന്റെ പേഴ്സ് പോയപ്പോഴേ കർത്താവ് ഇവരോട് പറഞ്ഞു, എന്റെ ദാസന്റെ പേഴ്സ് പോയിരിക്കുക. അപ്പൊ ഈ പേരൊക്കെ എഴുതാൻ സമയം വേണമല്ലോ, അതൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിരിക്കുക. ബാലസിംഹങ്ങൾ വില കിട്ടാതെ വിശന്നിരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മ. നമ്മൾ ഈ ലോകത്തിൽ ധനവാനാകാൻ വേണ്ടിയല്ല, നമ്മൾ ഈ ലോകത്തിൽ വലിയ ആളുണ്ടാക്കാനല്ല, പേരുണ്ടാക്കാൻ.
എന്റെ മനസ്സിലേക്ക് വന്ന ഒരു 2-3-4 കാര്യങ്ങളുടെ, അതായത് ഞാനിങ്ങനെ ചിന്തിക്കുക, കർത്താവെ, എന്താ 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 നമ്മൾ ഈ ദൈവവേലയ്ക്ക് പോകുമ്പോഴും കർത്താവിന്റെ കൂടെ പോകുമ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട ഒരു 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 വാട്ട് ആർ ദ സം ഓഫ് ദ കീ തിങ്സ്. ഞാനിങ്ങനെ എൻ്റെ അനുഭവങ്ങളും ഒക്കെ അനലൈസ് ചെയ്യുമ്പം ഞാൻ കാണുന്ന ഒരു 3-4 കാര്യം. ഒന്ന്, പ്രാർത്ഥന. അത് ഞാൻ പറഞ്ഞില്ല. ഇവിടെ 5-6-7 വർഷമായിട്ട് ഒരനക്കവും ഇല്ലാതിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, അതിരാവിലെ പ്രാർത്ഥിക്കുക. എന്തിനാ അതിരാവിലെ പ്രാർത്ഥിക്കണ്ടേ? നമ്മൾ ഈ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരുന്ന പ്രാർത്ഥന നടക്കത്തില്ല. ഹൈവേയിൽ തിരക്ക് കൂടുന്നത് പോലെ ഈ ഹൈവേയിലും തിരക്ക് കൂടും. അപ്പൊ അതിരാവിലെ നീ പ്രാർത്ഥിക്കും. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ അതിരാവിലെ ഒരു 3-4 മണിക്കൂർ എന്നോടൊപ്പം സമയം ചെലവഴിക്കും. പിന്നെ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഹോൾ നൈറ്റ് പ്രയർ, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ 5 പേര് വന്നു രാത്രി പ്രാർത്ഥന. ഇന്ന് നമ്മുടെ രാത്രി പ്രാർത്ഥനയിൽ 100, 500, 1000 അങ്ങനെയുള്ള നമ്പറിൽ ആളുകൾ. ഈ പ്രാർത്ഥനയാണ് സത്യത്തിൽ നമുക്കൊരു ബ്രേക്ക് ത്രൂ തന്നത്. നമ്മുടെ ഈ 10 വിശ്വാസികളെ സത്യം പറഞ്ഞ ദൈവകൃപയാൽ 10,000 എന്നതുപോലെ ദൈവം വർദ്ധിപ്പിച്ചതിന്റെ പിന്നിലെ ഒരു കാരണം. പക്ഷേ ഇതിൽ ഒത്തിരി 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 കാര്യങ്ങൾ. 13 കോടി ആളുകൾ ബീഹാർ, 25 കോടി ആളുകൾ UP, 40 കോടി ബംഗാളും MP കൂടെ കൂട്ടിയാൽ 50 കോടിയിലധികം ആളുകൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുവിശേഷം എത്താത്ത സ്ഥലങ്ങൾ. പ്രിയമുള്ളവരെ, ഈ സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ കടന്നു വരണം. നിങ്ങളുടെ സമയങ്ങള് മിഷൻ വയലുകളിൽ ഒരു യാത്രയ്ക്കായി ചിലവഴിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവാത്ഭുതം. അപ്പൊ പ്രാർത്ഥന, അതിരാവിലെ പ്രാർത്ഥന. ജോൺ വെസ്ലി പറഞ്ഞു, ഒരു 4 മണിക്കൂർ പ്രാർത്ഥിക്കാത്ത ആളെ പറ്റി എന്നോട് പറയണ്ട. അയാളിൽ ഒരു പ്രതീക്ഷയില്ല. നമ്മൾ വിശ്വാസികൾ ഒരു 1-2 മണിക്കൂർ, ദൈവദാസന്മാരൊരു 3-4 മണിക്കൂർ പ്രാർത്ഥനയിൽ ദൈവവചന ധ്യാനത്തിൽ നമ്മളെ സമയം നിർവഹിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടക്കും. അടുത്തത് എന്നെ ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചത് പ്യൂരിറ്റി ഓഫ് ലൈഫ്. നമ്മൾ ഈ വഴക്കുണ്ടാക്കാനും പക്ഷം ചേരാനും പാനലുണ്ടാക്കാനും പൊസിഷൻ നേടാൻ ഒന്നും ശ്രമിക്കരുത്. ഞാൻ തമാശയായിട്ട് പറയാം, ഇവിടെ വന്നാൽ ഒരു സെന്റർ എടുത്താൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ ഒന്നും ആരെങ്കിലും നിർബന്ധിച്ചു തന്നാൽ അത് ദൈവികമാണെങ്കിൽ നമ്മൾ എടുക്കുക. അല്ലാതെ സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കരുത്. മറ്റവനെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠത നിന്നുക. അപ്പൊ പിന്നെങ്ങനെ മത്സരം? അപ്പോ നമ്മുടെ ലൈഫിന്റെ പ്യൂരിറ്റി. എനിക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ ഡിസയർ എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കല് മൂന്നാറിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്, നല്ല രസമാണ്, പക്ഷികളൊക്കെ. അപ്പൊ ഒരു ഡക്കിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഡക്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു ലേശം ചെളി പറ്റിയാൽ അന്നേരം ചെന്ന് കഴിയും. അങ്ങനെ ആയിരിക്കണം വിശ്വാസികൾ. ഈ ദാവീദിനെ ദൈവം ഉപയോഗിക്കാൻ കാരണം എന്താ? ദാവീദ് പാപം ചെയ്യാതിരുന്നതാണോ? അല്ല. ദാവീദിന്റെ റിപ്പന്റന്റ് ഹാർട്ട് ഉണ്ട്. താൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. പ്യൂരിറ്റി ഓഫ് ഹാർട്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട കാരണമാണ് കൺസിസ്റ്റൻസി. ചിലരാണെങ്കിൽ ഇപ്പൊ നമ്മളെ ദൈവം മഹാരാഷ്ട്രയ്ക്ക് വിളിച്ചെങ്കിൽ നമ്മൾ മഹാരാഷ്ട്രയെ കാണണം. നമ്മൾ ദൈവത്തിന്റെ കൺസിസ്റ്റൻസി, കർത്താവിന്റെ വേലയിൽ, കർത്താവിന്റെ വയലിൽ, കർത്താവിന്റെ പിന്നാലെ നടക്കുന്നതിൽ ഉള്ള കൺസിസ്റ്റൻസി, സ്ഥിരത. ഇനി ഒരു കാര്യം പറഞ്ഞാൽ നമുക്കൊരു ദർശനം ഉണ്ടാകും. ചെറിയ ദർശനം കാണരുത്, വലിയ ദർശനം കാണും. എന്നെ ഏറ്റവും സ്വാധീനിച്ചൊരു ട്രെയിനിങ് ആണ് ഹഗായി ട്രെയിനിങ്. അതിലെ ജോൺ എഡ്മണ്ട് ഹഗായിയുടെ ഒരു വാചകമുണ്ട്, എക്സ്പെക്ട് സംതിങ് സോ ബിഗ് that it will doom to failure unless God be in it. ദൈവത്താൽ അല്ലാതെ അസാധ്യമായ വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണണം. ഞാൻ ദൈവത്തോട് 1000 സഭയെന്ന് പറഞ്ഞു, അതിന്റെ ഇരട്ടിയിലധികം ദൈവം കാണാൻ ദൈവം. അപ്പൊ ഒരു വലിയ ദർശനം അത് എഴുതി വെക്കണം. ഹബക്കൂക്ക് 2:2 ദർശനം എഴുതി വെക്കുക, വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ കാണട്ടെ. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കും. ആ ദർശനം ദൈവം നടത്തും. ഒന്നോർത്തേ, ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ഒരു സ്ഥലത്ത് എല്ലാ ജില്ലകളിലും
കൂട്ടായ്മകൾ തുടങ്ങുന്നത് കാണാൻ കർത്താവ് സാധിക്കും. അവിടെ മാത്രമല്ല, അതിനപ്പുറത്തോട്ട് അത് നമ്മുടെ വലിപ്പമല്ല, ദൈവത്തിന്. പിന്നെ യൂണിറ്റി. നമ്മൾ ഒരിക്കലും വഴക്കുണ്ടാക്കുക, നമ്മൾ ഒരിക്കലും നമ്മളെ പീസ് മേക്കേഴ്സ്, PEAC, നമ്മൾ ഒരിക്കലും പീസ് മേക്കേഴ്സ് ആയത് PIEC. നമ്മൾ ഒരിക്കലും എവിടെയെങ്കിലും യൂണിറ്റിയെ തകർക്കുന്നവരാണ്. യൂണിറ്റി. അടുത്തത് സാക്രിഫൈസ്. പല സ്ഥലങ്ങളിൽ പോയി നിലത്ത് കിടന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 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 ആദിവാസി ഗ്രാമം, അയ്യോ, ആ മനുഷ്യന് വാ തുറക്കത്തില്ല, പാട്ട് പാടാൻ അറിയത്തില്ല. എത്ര വരെ പഠിച്ചെന്ന് ചോദിച്ചു, 9 പറഞ്ഞു. അതല്ലെങ്കിൽ പറഞ്ഞു. അത് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സാധുവായ ശാന്തനായ. ഞാൻ അനേക വർഷങ്ങളും അവിടെ പോകുമ്പോൾ ഒരു കുടുംബം വിശ്വാസത്തിൽ 2 പേരുകൾ. അപ്പൊ ഒരു മനുഷ്യൻ എന്നെ കണ്ടപ്പോ ഇങ്ങനെ ഒത്തിരി ചിരിക്കുന്നു. പിന്നെ വന്നിട്ട് പറഞ്ഞു, ഭയ്യ, ഞാന് ഓർക്കുകയായിരുന്നു, നിങ്ങൾ ഇവിടെ ആദ്യം വന്നപ്പോൾ നിങ്ങളെ ഞങ്ങൾക്കൊന്ന് കിടക്കാൻ ഒരു സ്ഥലം തരാൻ പറ്റിയില്ല, നിങ്ങൾ നിലത്ത് കിടന്നുറങ്ങി. എന്നാൽ ഞാൻ ഓർക്കുന്നു, പല സ്ഥലങ്ങളിൽ ധാരാളം ഗ്രാമങ്ങളിൽ പോയി സാധാരണ ഫെസിലിറ്റികളില്ല, അതൊക്കെ സംഭവിച്ചു. പക്ഷെ ഞാൻ ഈ ഗായൂസിയിൽ അവിടെ ഈ 1 മാസം മുമ്പ് പോയപ്പോ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, അന്ന് ആ ഗ്രാമത്തിൽ ഒരൊറ്റ വിശ്വാസി കുടുംബമേ ഉള്ളൂ. ഇന്ന് ആ ഗ്രാമത്തിൽ ഒരു 3 കുടുംബമേ ഉള്ളൂ വിശ്വാസികൾ അല്ലാത്തത്. അവിടെ 10ഓ 40ഓ 50ഓ എത്രയോ കുടുംബങ്ങൾ, അതിൽ ഏതാണ്ട് മുഴുവൻ പേരും യേശുവിൽ വിശ്വസിക്കുക. അന്ന് 3 പേരെ ഇരിക്കാനുള്ളൂ, ഇന്നൊരു ഹാള് നിറഞ്ഞ് കവിഞ്ഞ ആള്. ഞാൻ വിചാരിച്ചു, കർത്താവേ, ഗായൂസി എന്നെ ചിലത് പഠിപ്പിക്കുക. അദ്ദേഹം പാട്ടുകാരനല്ല, അദ്ദേഹം പ്രസംഗകനല്ല, അദ്ദേഹം ഉയർന്ന് വാ തുറന്ന് സംസാരിക്കുന്നയാളല്ല. പക്ഷെ ഗായൂസിനെ കർത്താവിന് ഉപയോഗിക്കാമെങ്കിൽ ആരെയും കർത്താവിന് ഉപയോഗിക്കാമെന്ന് ദൈവം എന്നെ. ദെൻ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് ദൈവവചനം. ദൈവവചനം എന്നും നമ്മൾ വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം, അയവിറക്കണം. അത് നമ്മളെ ധൈര്യപ്പെടുത്തും, അത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. നമ്മൾ അറിയാതെ അത്ഭുതങ്ങൾ നടക്കും. ഞങ്ങളുടെ ഒരു മീറ്റിങ്ങില് ഒരു ഇങ്ങനെ ഹോൾ നൈറ്റ് പ്രേയറിന് വന്ന്, പിന്നെ ഞാൻ ആ ഗ്രാമത്തിൽ പോയപ്പോ ഒരു പെൺകുട്ടി, അവള് പറഞ്ഞു, അങ്കിൾ, ഞങ്ങള് അവിടെ വന്നല്ലോ, എന്റെ ചാച്ചായിക്ക്, എന്റെ അങ്കിളിന് കിഡ്നിയോ എവിടെ സ്റ്റോണ് പ്രാർത്ഥിച്ചപ്പോ അദ്ദേഹം പറയാ, അതങ്ങ് ഉരുകിപ്പോകുന്നത് പോലെ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ നടക്കും. ദൈവസഭ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായി, ഒരു സിമ്പിൾ ലൈഫ് സ്റ്റൈൽ. നമ്മളല്ല, ദൈവമാണ്, ദൈവനാമമാണ് പേര്. അതാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. ഈ അനുഭവങ്ങൾ കർത്താവ് നൽകിയത് അനുഭവിക്കാനും ഷെയർ ചെയ്യാനും ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു സാറേ. ഇത്രയും സമയങ്ങൾ, ഇത്രയും അനുഭവങ്ങൾ സാർ പങ്കുവെച്ചു. വളരെ വാല്യുബിളായിട്ടുള്ള ചില പാഠങ്ങൾ അവസാനം പറഞ്ഞു തന്നു. അതെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബീഹാറിലെ പ്രവർത്തനങ്ങളെ കർത്താവ് ശക്തമായിട്ട് ഇനിയും ഉപയോഗിക്കട്ടെ, കൂട്ടുവേലക്കാരെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. 10 പേര് കൂടെ നിൽക്കാൻ അല്ലേ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് അനേകരെ കർത്താവ് ഓടിച്ചു കൊണ്ടുവന്നത് പോലെ കൊണ്ടുവന്നു. ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചാൽ അതിനെ തടവാൻ ആർക്കും കഴിയുകയില്ല. ആ TV പ്രോഗ്രാമൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ സാറേ, ആ ഒരു ചാനൽ പ്രോഗ്രാം? ആ പ്രോഗ്രാം ഇല്ലെങ്കിലും വി ആർ റെഗുലർലി ഡൂയിങ് വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം മാറുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള വാതിലുകൾ പലപ്പോഴും അടയാറുണ്ടല്ലോ. അതെ അതെ അതെ, അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. ദൈവത്തിന് സ്തോത്രം. സാറേ, നമ്മുടെ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം സാറേ, ഇല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സാർ തന്നെ പ്രാർത്ഥിച്ചോട്ടെ. ഈ സാക്ഷ്യം അനുഭവങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു യൂത്ത് മീറ്റിങ്ങിന് പോയി. അവരെല്ലാവരും വളരെ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. അവര് വെളിയിലൊക്കെ എത്ര വളരെ ആക്റ്റീവാണ്, പക്ഷെ ചർച്ചിനകത്തേക്ക് വരുമ്പോഴും ഒരു
ഒരു മെസ്സേജിന്റെ ഒക്കെ മുമ്പിൽ അവരങ്ങ് വളരെ സൈലന്റ് ആണ്, അവർ റെസ്പോൺസ് ഇല്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു. അത് ഉച്ചക്കത്തെ ഒരു സെഷൻ കഴിഞ്ഞ് വൈകുന്നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ അവിടുത്തെ പാസ്റ്റർ എൻ്റെ അടുക്ക് വന്നോട്ട് പറഞ്ഞു, ഒരു 10 പേര് സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചിരുന്നെങ്കിൽ അത് നടന്നാൽ ഈ ക്യാമ്പ് ഒരു സക്സസ് ആണെന്ന് കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ 10 അല്ല കർത്താവെ, അതിന്റെ ഇരട്ടി. അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്ത പോലൊരു സ്ഥലം. പക്ഷെങ്കിൽ അന്ന് ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ അനേക യൗവനക്കാര് 10, 20, 30 അല്ല എഴുന്നേറ്റ് മുമ്പോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് എത്ര പേര് തയ്യാറാണെന്ന് ചോദിച്ചു. അനേകം കൈ. അപ്പോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ ഒക്കെ അതിനുവേണ്ടി ഒന്ന് തയ്യാറാക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം അവർക്ക് ധനവും മാനവും എല്ലാം അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നൽകുന്നവനൊക്കെ. ഞങ്ങളുടെ മോളും കർത്താവിന്റെ വേലയിലാണ്, മകന് പഠിച്ചുകൊണ്ടിരിക്കും. അവരെ പറ്റി നമ്മൾ കർത്താവിന്റെ ഇഷ്ടമാണ് ഓരോരുത്തരെ പറ്റി കർത്താവ് എങ്ങനെ. എന്നാൽ നമ്മുടെ ഒരു ആഗ്രഹം അവരെല്ലാം നമ്മുടെ തലമുറ കർത്താവിന്റെ വേലയുടെ ഭാഗമാകണം. അവരിലൂടെ നമ്മുടെ രാജ്യം കർത്താവിനെ അറിയണം, സുവിശേഷം എത്തണം. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ സ്ഥലങ്ങളാണ്. ഈ സെൻട്രൽ ഇന്ത്യ, അവിടെ സുവിശേഷം എത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനാ യാത്രകൾ നടത്താം. ആ ഒരു കണ്ണിലൂടെ നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. നമ്മുടെ രാജ്യം നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ഉള്ള അഡ്വഞ്ചറസ് സ്റ്റെപ്സ് എടുക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ 2 മിഷൻ ആശുപത്രികൾ. ഡോക്ടർ പ്രഭു, അദ്ദേഹം ഓർത്തോപെഡിക് സർജനാണ്. ഒരു മിഷൻ ആശുപത്രി സൗകര്യങ്ങളില്ലാത്ത ഇടത്ത് അദ്ദേഹം 20 വർഷമായി പ്രവർത്തിക്കുക. ഡോക്ടർ അർപ്പിത് CMC വെല്ലൂരിൽ നിന്നും സർജറി പഠനം കഴിഞ്ഞതാണ്. അദ്ദേഹം വളരെ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിൽ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം പ്രവർത്തിക്കുകയാണ്, മിഷൻ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, നമ്മുടെയൊക്കെ തലമുറകൾ, നമ്മുടെയൊക്കെ സഭകൾ ദൈവത്തിന്റെ മിഷന്റെ ഭാഗമാകട്ടെ. അതിന് കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പരിഹാരമുണ്ട്, തീർച്ചയായിട്ടും പരിഹാരമുണ്ട്. കർത്താവിൽ പരിഹാരമുണ്ട്. നമ്മൾ മനസ്സ് മടുക്കരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാം, വിശ്വസിക്കാം. ദൈവം തക്ക സമയത്ത് മറുപടി തരുന്ന ദൈവമാണ്. നമ്മൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. ഈ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവിന് വേണ്ടി അധികമായി പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അവിടുത്തെ മക്കൾക്കായി ഇന്ന് ഈ സന്ദേശം, ഈ അനുഭവങ്ങൾ കേട്ട എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവേ, അവിടുന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആരെങ്കിലും രോഗത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, പ്രയാസത്തിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കർത്താവെ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അത്ഭുത കരം അങ്ങോട്ട് നീട്ടി അവരെ തൊടണമേ, അവരെ സൗഖ്യമാക്കണമേ. അവർക്ക് കർത്താവെ ആരോഗ്യം നൽകണമേ, അവർക്ക് സമാധാനം നൽകണമേ, അവർക്ക് ആശ്വാസം നൽകണമേ, അവരെ ബലപ്പെടുത്തണമേ എന്ന് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യാസാദി ടിവിയുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിസാറിനായി കർത്താവെ, സിസ്റ്ററിനായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇങ്ങനെ മനോഹരമായ ഒരു യുണിക്ക് ശുശ്രൂഷ അങ്ങയുടെ ദാസനെ അവിടുന്ന് വരമേൽപ്പിച്ചിരിക്കുന്നത് അനേകർക്ക് അനുഗ്രഹമാകുന്നതിനായി സ്തോത്രം. ഇനിയും കർത്താവെ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് അനുഗ്രഹമാകട്ടെ. ഞങ്ങളെല്ലാവരും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ദൈവമേ, അത് അങ്ങയുടെ വിളി, അങ്ങയുടെ തിരഞ്ഞെടുപ്പ്, അങ്ങയുടെ കോളിങ്, അങ്ങയിൽ നിന്നുള്ള അനോയിന്റിങ്, അത് കർത്താവെ അനുഭവിച്ച് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്കാണ് കർത്താവെ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം അടിയനം നൽകിയതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദയവായി പ്രേക്ഷകരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദയവായി പ്രാർത്ഥിക്കണം. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഡോണ്ട് ടോക്ക് അബൌട്ട് ദാറ്റ് ബർത്ത് പെയിൻ, ഷോ us that beautiful baby. ഞങ്ങളെ ആ ബർത്ത് പെയിനെ പറ്റി പറയണ്ട, ആ പ്രസവ വേദനയെ പറ്റി പറയണ്ട, ആ സുന്ദരിയായ കുഞ്ഞിനെ കാണിക്ക്. അതുപോലെ ഞാൻ ഇവിടുത്തെ ബർത്ത് പെയിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അതല്ലല്ലോ പറയേണ്ടത്. ആ കുഞ്ഞിനെ പറ്റിയാണ് പറഞ്ഞത്. ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്.
അപ്പോൾ പക്ഷെങ്കിൽ there is birth pain. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ അനുഭവിക്കുന്ന പ്രസവ വേദന. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കടന്നു വരാം, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പിന്നെ സാറേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഇത്രയും സമയങ്ങൾ തിരക്കുള്ള ആ ഒരു ജീവിതത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച് തന്നതിൽ അസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. താങ്ക് യു ഓൾ. എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.